أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا همة الشيخ اهدر لنا بهذا المحضر ولتأتي بنظرة تأتي لنا بالظفر. اللهم إني أستودعك തിലാവത്ത് ഹദൽ കിതാബ് തറദ്ദഹു അലിയ ഫി വഖ്തി ഇഹ്തിയാജിലെ. സൂറത്ത് നിസായിലെ 154 മുതൽ 59 വരെയുള്ള വരികളായിരുന്നു നമ്മൾ കഴിഞ്ഞ ദർസിൽ വിശദീകരിച്ചിരുന്നത്. പ്രധാനമായും ജൂതന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് സംസാരിക്കുന്നതും, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് എണ്ണി പറഞ്ഞു കൊടുക്കുന്നതൊക്കെയാണ്. അതിൽ പ്രധാനമായി ഈസ നബി അലൈഹി സ്വലാമിനെ അവർ വധിച്ചതായി അതിനെ അവർ വധിച്ചതായിട്ട് അവകാശപ്പെടുന്നതും അത് അള്ളാഹു നിഷേധിക്കുന്നതും ഒക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. അതിൻ്റെ ഇമാം ഖുശൈരി തങ്ങളുടെ ലതായിഫുൽ ഇശാറത്ത് എന്നുള്ള വിശദീകരണം നോക്കാം. ഫബിമാ നഖളിഹിം മീസാഖഹും വഖുഫ്രിഹിം ബിആയാത്തില്ലാഹി വഖത്ലിഹിമുൽ അംബിയാഅ ബിഗൈരി ഹഖ്ഖിൻ വഖൗലിഹിം ഖുലൂബുനാ ഗുൽഫുൻ ബൽ തബഅല്ലാഹു അലൈഹി ബികുഫ്രിഹിം ഫലാ യുഅ്മിനൂന ഇല്ലാ ഖലീല. അപ്പോൾ ഇവിടെ ജൂതന്മാർ അള്ളാഹു അവരിൽ നിന്ന് വാങ്ങിയ ഉടമ്പടിനെ മുറിച്ചതിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ ആയാത്തുകളെ അവർ നിഷേധിച്ചതിനെക്കുറിച്ചും അമ്പിയാക്കന്മാരെ വധിക്കാൻ ശ്രമിച്ചതിനെക്കുറിച്ചും, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ വന്നിട്ട് നമ്മൾ ഹൃദയം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണെന്നുള്ള ഒരർത്ഥത്തിൽ ഹൃദയം നിറഞ്ഞു നിൽക്കുകയാണെന്നും, മറ്റൊരർത്ഥത്തിൽ നമ്മളെ ഹൃദയത്തിൽ നിങ്ങൾ പറഞ്ഞൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞതും ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അവരുടെ ഹൃദയത്തെ അല്ലാഹു സീൽ ചെയ്താണ്, മുദ്രണം ചെയ്തതാണ്. അവരിൽ വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഈമാൻ വെക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ ഇമാം ഖുശൈരി തങ്ങൾ വിശദീകരിക്കുകയാണ്. മഅനാഹു ലിർതിഖാബിഹിം ഹാദിഹിൽ മനാഹി, ഈ മോശപ്പെട്ട കാര്യങ്ങൾ അവർ ചെയ്തതുകൊണ്ട്, വഇൽതിസാഫിഹിം ബിഹാദൽ മഹാജി, ഈ അപമാനകരമായ വിശേഷണങ്ങൾ അവരിലുണ്ടായതുകൊണ്ട്, അഹ്ലൽനാഹും മനാസിലിൽ ഹവാൻ, അവരെ അപമാനത്തിൻ്റെ ഇടങ്ങളിൽ അള്ളാഹു അവർ നിക്ഷേപിച്ചു. അതായത് ഇത്തരം മോശപ്പെട്ട കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ട്, എന്തൊക്കെ മോശപ്പെട്ട കാര്യങ്ങൾ, അള്ളാഹിൻ്റെ ആയാത്തുകൾ നിഷേധിച്ചു എന്ന് പറയുന്നത്, അമ്പിയാക്കന്മാരനുസരിച്ചിട്ടില്ല എന്ന് പറയുന്നത്, അള്ളാഹു അവരിൽ നിന്ന് വാങ്ങിയ ഉടമ്പടി അവർ പാലിച്ചിട്ടില്ല എന്ന് പറയുന്നത്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അള്ളാഹു അവരെ അപമാനിച്ചു. വഅൻസൽനാ ബിഹിം മിനൽ ഉഖൂബത്തി ഫുനൂനൽ അൽവാൻ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് ഒരുപാട് ശിക്ഷകൾ, വ്യത്യസ്ത തലത്തിലുള്ള ശിക്ഷകൾ കൊണ്ടുവരികയും ചെയ്തു. മറ്റൊരു വ്യാഖ്യാനം വയുക്കാൽ, ഇങ്ങനെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, ലഹിഖഹും ശുഉമൽ മുഖാലഫാത്ത്, ലഹിഖമു ശുഊമുൽ മുഖാലഫാത്ത്, മോശപ്പെട്ട തെറ്റുകൾ അവർ ചെയ്തതിൻ്റെ പരിണിത ഫലമായി അവരിലേക്ക് എത്തിച്ചേർന്നു. ഹാലത്തൻ ഹാലത്തിൻ, ഒന്നിൻ്റെ പിന്നെ ഒന്നായി ഒരുപാട് ശിക്ഷകൾ അവരിലേക്ക് എത്തിച്ചേർന്നു. അവർ ചെയ്ത തെറ്റിൻ്റെ ഫലമായി അവരിലേക്ക് ഒന്നിൻ്റെ പിന്നാലെ ഒന്നായിട്ട് ഒരുപാട് ശിക്ഷകൾ വരാൻ തുടങ്ങി. കാരണം ലിഅന്ന മിനൽ ഉഖൂബാത്തിൽ മആസി, ഈ തെറ്റുകൾക്കുള്ള ശിക്ഷയിൽപ്പെട്ടതാണ് അൽ ഹിദ്ലാൻ. ഹിദ്ലാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒഴിവാക്കുക എന്ന് പറയുന്നത്, അള്ളാഹു പരിഗണിക്കാതിരിക്കുക, വിട്ടേച്ച് പോവുക. നമ്മളെ ഇഷ്ടപ്പെട്ട ആൾ നമ്മൾ ഒഴിവാക്കൽ പണിഷ്മെൻ്റ് ആണല്ലോ. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ വാപ്പൊക്കെ നമ്മൾ തെറ്റ് ചെയ്താൽ ചിലപ്പോൾ നമ്മൾ അടിക്കും. പക്ഷേ കുറച്ച് കഴിഞ്ഞ് വീണ്ടും തെറ്റ് ചെയ്താൽ ഇങ്ങനെ അടിയൊക്കെ കുറേ അടിക്കും. ലാസ്റ്റ് പിന്നെ നമ്മളെ ഒഴിവാക്കും. ഓനെ ഒന്നും ചെയ്യാനില്ല, ഓനെ ഒന്നും ചെയ്യണ്ട,
അടിക്കേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കുക. ഒഴിവാക്കലൊരു പണിഷ്മെൻറ്റാണ്, ഏറ്റവും വലിയ പണിഷ്മെൻറ്റാണ്. അപ്പോൾ അന്നമിനൽ ഒക്കൂബാത്തിൽ മആസി, തെറ്റുകൾക്കുള്ള ശിക്ഷയിൽപ്പെട്ടതാണ് അൽ ഹിദ്ലാൻ, ഒഴിവാക്കുക എന്ന് പറയുന്നത്. ഐരിഹാമിനിൽ ഇർത്തിക്കാബത്തിൽ മനാഹി, എന്തിലേക്കാണ് അവർ ഒഴിവാക്കുന്നത്? മറ്റ് തെറ്റുകളിലേക്ക്. അന്ന് എന്തെങ്കിലും ചെയ്തു, ഒരാളിങ്ങനെ തെറ്റിലിങ്ങനെ മുഴുകുന്ന സമയത്ത് അവനോട് പറയാണ്, നീ ഇനി അതാക്കണ്ട, എല്ലാ തെറ്റും ചെയ്തു എന്ന് പറഞ്ഞ് അവരെ തെറ്റിലേക്ക് ഒഴിവാക്കി വിടുക. അപ്പോൾ ജൂതന്മാർക്ക് അള്ളാഹു അവരെ ശിക്ഷിച്ചതിൻ്റെ ശിക്ഷ, അവർക്ക് അള്ളാഹു ശിക്ഷ കൊടുത്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഒന്നിൻ്റെ പിറകെ ഒന്നായിട്ട് അവർ അള്ളാഹു തെറ്റിലിങ്ങനെ മുഴുകി, അതിലിങ്ങനെ മുഴുകുന്നൊരവസ്ഥ അവർക്ക് നൽകി എന്നുള്ളത്. അപ്പോൾ അവർ ഒരു തെറ്റിലും നിർത്തിയില്ല. അവർക്ക് പിന്നെ ഒരു തെറ്റ് മാത്രം ചെയ്ത് നിർത്താൻ സാധിച്ചില്ല. അവർ അവരുടെ റസൂലിനോട്, അവരുടെ നബിനോട് അനുസരണക്കേട് കാണിച്ചു, അവർ കാണിച്ച ആയാത്തുകൾക്കെതിരെ പ്രവർത്തിച്ചു. അതുപോലെ അള്ളാഹു വാങ്ങിയ ഉടമ്പടി അവർ പാലിച്ചില്ല. അവരോട് എന്ത് കൽപ്പിച്ചാലോ അതിനൊക്കെ നേരെ വിപരീതമായി പ്രവർത്തിക്കുന്നൊരവസ്ഥ ഉണ്ടായി. ഏതുവരെ അമ്പിയാക്കന്മാർ വരെ വധിക്കുന്ന അവസ്ഥ അവർക്ക് അള്ളാഹു കൊടുത്തു. ഇതൊക്കെ അവരുടെ തെറ്റിനുള്ള പണിഷ്മെൻ്റ് അയാൾ കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഒരാൾക്ക് തെറ്റിലിങ്ങനെ മുഴുകി നിൽക്കുക എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു ഒരു ശിക്ഷ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ചെറിയ ശിക്ഷയാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താ? അവന് അതിൽ നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ ഒരാളൊരു തെറ്റ് ചെയ്തു, കുറച്ച് കഴിഞ്ഞാൽ തൗബ ചെയ്തു, വീണ്ടും അതിൽ നിന്ന് മടങ്ങി നന്നായി, കുറച്ച് കാലം കഴിഞ്ഞ് വീണ്ടും തെറ്റ് ചെയ്തു പോയി, വീണ്ടും തൗബ ചെയ്തു മടങ്ങി നന്നായി, അങ്ങനെ അവൻ പോകുന്നുണ്ടെങ്കിൽ അവന് അള്ളാഹു വലിയ ശിക്ഷ ഒന്നും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. കാരണം അവൻ തൗബ ചെയ്തല്ലോ. അതേസമയം ഒരാൾ തെറ്റ് ചെയ്തു, അവനത് തൗബ ചെയ്യുന്നില്ല, നിരന്തരം അവൻ തെറ്റിലിങ്ങനെ മുഴുകിക്കൊണ്ടേയിരിക്കുന്നു. അവനൊരു കുഴപ്പമില്ല, തെറ്റിൽ മുഴുകുന്നതിനൊരു പ്രയാസവും അവൻ നേരിടേണ്ടി വരുന്നില്ല. ഒന്നിൻ്റെ പിറകെ ഒന്നായിട്ട് അവൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവൻ അതിലിങ്ങനെ വർധനവ് കൊണ്ടുവരികയാണ്. അങ്ങനെയാണെങ്കിലോ അത് ശരിക്കും അള്ളാഹു അവന് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ്. ശരിക്കും അവന് അനുഗ്രഹമല്ല കൊടുക്കുന്നത്. കാരണം ജൂതന്മാർക്ക് അള്ളാഹു കൊടുത്ത പോലെയാണത്. അതുപോലെ ഒരു മനുഷ്യൻ ഔലിയാക്കന്മാരോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റിൽപ്പെട്ടതാണ് അവരോടുള്ള ഉടമ്പടി ഒഴിവാക്കുക എന്നുള്ളത്. ഇവിടെയും ജൂതന്മാരെ പറ്റി പറഞ്ഞത് ഫബിമാൻ അഖലിഹിം, അവർ അള്ളാഹുവുമായി, അള്ളാഹിൻ്റെ ഖലീഫയുമായി ഉണ്ടാക്കിയ ഉടമ്പടി അവർ പാലിച്ചില്ല എന്നുള്ള, അതാണ് ഒന്നാമത്തെ നിബന്ധന, ഒന്നാമത്തെ തെറ്റ്. ഇപ്പോൾ ഒരു മനുഷ്യൻ തുടങ്ങുന്ന തെറ്റ് തെറ്റാണെന്ന് തോന്നാത്ത തെറ്റായിരിക്കും. അതായത് ബാഹ്യമായി അത് ഒരു കള്ളുകുടിയിലേക്കോ വ്യഭിചാരത്തിലേക്കോ മറ്റ് കളവ് പറയുന്നതിലേക്കോ അല്ലെങ്കിൽ മറ്റൊരാളെ വധിക്കുന്നതിലേക്കോ ഒന്നും കൊണ്ടുവരുന്ന കാര്യങ്ങളാവില്ല. ബാഹ്യമായി നോക്കുമ്പോൾ അത് ഒരു ചെറിയൊരു ഉടമ്പടി ബ്രേക്ക് ചെയ്തതാവും. ജൂതന്മാരും ചെയ്താൽ തന്നെയാണ്. ഫബിമാൻ അഖലിഹിം മീസാഖഹും, അവരെന്ത് ചെയ്തു? ഉടമ്പടി അള്ളാഹുവുമായി അവൻ്റെ റസൂലുമായി ഒക്കെ ഉണ്ടാക്കിയ ഉടമ്പടി അവർ മുറിച്ച് കളഞ്ഞു. അപ്പോൾ ഉടമ്പടി മുറിച്ച് കളയാന്നുള്ളൊരു സംഭവം ഉണ്ടായപ്പോൾ അതിൽ അവർ തൗബ ചെയ്യാതെ ഇരുന്നപ്പോൾ അള്ളാഹു മറ്റു ശിക്ഷകൾ അതിൻ്റെ പിന്നാലെ കൊടുത്തു. പിന്നെയാണ് അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുന്നു, അവർ തെറ്റുകളിൽ മുഴുകുന്ന അവസ്ഥ ഉണ്ടായിത്തീരുന്നു. അവസാനം അമ്പിയാക്കന്മാരെ നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല, അമ്പിയാക്കന്മാരെ വധിക്കാൻ വരെ അവർ തയ്യാറാവും. ആ ഒരവസ്ഥയിലേക്ക് എത്തും. നമ്മളും തൗബ ചെയ്തില്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന അവസ്ഥ തന്നെയാണ്. നമ്മൾ ആദ്യം നമ്മൾ തെറ്റുകളൊന്നുമല്ല ചെയ്യുക, അള്ളാഹിൻ്റെ ഖലീഫയായിട്ടുള്ള ബന്ധങ്ങൾ മുറിക്കും. ഞാൻ ത്വരീഖത്ത് ബൈഅത്ത് ചെയ്തു, ആ ബൈഅത്ത് അങ്ങോട്ട് മുറിക്കും. ദിക്റൊന്നും കൊണ്ടെടുക്കില്ല, അതൊക്കെ ചെറുതല്ല, അത് ഞാൻ വേറൊന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മളിങ്ങനെ പറയാം, വേറൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ, ഞാൻ ആകെ അപ്പോൾ ത്വരീഖത്ത് കൊണ്ടെടുക്കുന്നില്ല എന്നല്ലോ, എന്താ ഇപ്പോൾ കുഴപ്പം? ദിക്ർ കൊണ്ടെടുക്കുന്നില്ല എന്നല്ലോ, എന്താ കുഴപ്പം? അതിപ്പോൾ ഞാൻ ഉടമ്പടി ഉണ്ടാക്കി, അത് സാരില്ല, അതിപ്പോൾ ഞാൻ എന്നാൽ അറിവില്ലാത്തതിൻ്റെ പേരിൽ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിൽ നിന്ന് മാറിക്കും, നിസാരവൽക്കരിച്ച്. അങ്ങനെ മാറി നിൽക്കുന്നതിലൂടെ എന്താ സംഭവിക്കാം? പിന്നെ അതിന് തുടർന്ന് ബാക്കിയൊക്കെ വരും. അതിൽ നമ്മൾ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ, തൗബ ചെയ്യലെങ്ങനെ തിരിച്ച് അതൊക്കെ ബൈഅത്ത് പുതുക്കലും ആ ദിക്ർ കൊണ്ടെടുക്കലുമാണ്. ഇതിനെ പിന്നെ ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് തങ്ങൾ ഇങ്ങനെ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കൊണ്ടുകിടന്നിട്ടില്ലെങ്കിൽ അത് നമ്മൾ മുറിക്കുന്നതിൽ നമുക്ക് മുറിക്കുകയും അതിൽ തൗബ ചെയ്യാതിരിക്കുകയും അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള നമ്മൾ തെറ്റ് എന്ന് പറയുന്ന, നമുക്ക് അറപ്പ് തോന്നുന്ന, ഇപ്പോൾ ജൂതന്മാരുടെ വിഷയത്തിലൊക്കെ നമുക്ക് തോന്നുന്നില്ല, എന്താ അവരിങ്ങനെയൊക്കെ കാട്ടുന്നത്? ആരെങ്കിലും ഇങ്ങനെയൊക്കെ കാട്ടുമോ? ഒരു നബിനെ വരെ കൊല്ലാൻ തരിക, വിശ്വസിക്കുന്നില്ലെങ്കിൽ വിശ്വസിക്കേണ്ടാന്നിരുന്നാൽ പോരെ.
എന്തിനാ കൊല്ലാനൊക്കെ പോകുന്നത്? അത്രത്തോളം മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് അവരെത്തിച്ചേരും. എന്തായിരിക്കും അവരുടെ തുടക്കം? എങ്ങനെ ആയിരിക്കും? അള്ളാഹു നമ്മൾക്കാക്കട്ടെ. ഇവിടെയും ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് അതേ വ്യാഖ്യാനമാണ്. ലിഅന്ന മിനൽ ഉഖൂബാത്തിൽ മആസി, തെറ്റുകൾക്കുള്ള ശിക്ഷയിൽപ്പെട്ടതാണ് അൽ ഹിദ്ലാൻ, അള്ളാഹ് അവരെ ഒഴിവാക്കുക എന്നുള്ളത്. അവൻ മൈൻഡ് ചെയ്യാതിരിക്കുക, എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിക്കും. നമ്മൾ വിചാരിക്കും, നമ്മൾ സാധാരണ ആളുകൾക്കുണ്ടാവില്ല, നമ്മളിപ്പോൾ ഒരു ത്വരീഖത്തൊക്കെ സ്വീകരിച്ച് എൻ്റെ ദിക്ർ ഏതെങ്കിലും ഒന്ന് മുടങ്ങിയാൽ, അല്ലെങ്കിൽ അര ദിക്ർ മുടങ്ങിയാൽ, അല്ലെങ്കിൽ അതിലൊരു ശ്രദ്ധ നമുക്ക് തെറ്റിപ്പോയാലല്ലോ നമുക്ക് ഭയങ്കരമായ ജലാൽ അനുഭവപ്പെടാറുണ്ട്. നമുക്ക് എല്ലാം കുഴഞ്ഞു മറിയുന്ന പോലെ അനുഭവപ്പെടാറുണ്ട്, ഫീൽ ചെയ്യാറുണ്ട്. എന്നാൽ ഇതൊക്കെ ഒഴിവാക്കി ഇതിൻ്റെ പിന്നാലെ പോവാതെ മുഴുവനായ ഇത് ഒഴിവാക്കി ഒരു തോന്നിയ പോലെ ജീവിക്കുന്ന ആൾക്കാരില്ലേ, അവർക്കൊന്നും സംഭവിക്കുന്നുമില്ല. നമ്മളിങ്ങനെ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ശിക്ഷ വരുന്നു. അത് അള്ളാഹു നമുക്ക് നൽകുന്ന പരിഗണനയാണ് നമ്മൾ മനസ്സിലാക്കണം. ആ പരിഗണന അള്ളാഹു എല്ലാവർക്കും കൊടുക്കില്ല. കാരണം അള്ളാഹു ഒരാളെ ഒഴിവാക്കാൻ നിന്നാൽ പിന്നെ അവനെ നോക്കുന്നില്ല. ആ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയാണത്, അവർ നോക്കൂല എന്നുള്ളത്. അങ്ങനെ അന്ന മിനൽ ഉഖൂബാത്തിൽ മആസി, തെറ്റുകൾക്കുള്ള ശിക്ഷയിൽപ്പെട്ടതാണ് അൽ ഹിദ്ലാൻ, ഒഴിവാക്കി വിടുക, നോക്കാതിരിക്കുക. ലി ഐരിഹ മിൻ ഇർത്തികാബത്തുൽ മാമൻ, അതുപോലെ തന്നെ മറ്റു തെറ്റുകൾ അവരെങ്ങനെ അവരിലേക്ക് ഇട്ടുകൊടുക്കുക. എന്തെങ്കിലും ചെയ്യുന്ന പറയാം, ഇപ്പോൾ ഇത്രയല്ലേ ചെയ്തുള്ളൂ, ഞാൻ കൂടുതൽ ചെയ്തോ, അതിനെ മൈൻഡ് ചെയ്യാനില്ല എന്ന് പറയും. അപ്പം ജൂതന്മാർ ചെയ്ത ആദ്യത്തെ തെറ്റെന്താ? ഫബി നഖലിഹിമുൽ മീസാഖ്, നഖലിഹിമുൽ മീസാഖ്, മോശപ്പെട്ട അവരുടെ ഉടമ്പടി അവർ പാലിച്ചില്ല. അതുതന്നെ മശായിഖന്മാരൊക്കെ ആയിട്ട് മുരീദന്മാരുണ്ടാക്കുന്ന ഉടമ്പടി വളരെ പ്രധാനപ്പെട്ടതാണ്. ഉടമ്പടി പാലിക്കണം. ആദ്യം അവർ തുടങ്ങിയത് ഉടമ്പടി പാലിച്ചിട്ടില്ല എന്നുള്ള. അള്ളാഹുമായിട്ട് ഉണ്ടാക്കുന്ന ഉടമ്പടിയാണ്. അള്ളപ്പം നേരിട്ട് ഒരിടത്ത് നിന്ന് ഉടമ്പടി ഉണ്ടാക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അള്ളാഹിൻ്റെ ഖലീഫയാവുന്ന ഓരോ കൂട്ടത്തിലുള്ള ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമുമായിട്ടാണ് അവർ ഉടമ്പടി ഉണ്ടാക്കി. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പുള്ള കാലത്തുള്ള നബിമാർക്ക് ആർക്കും അള്ളാഹുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധമല്ല. നബിമാർ വഴി മാത്രമേ ഉള്ളൂ. അള്ളാഹു പറഞ്ഞത് അവരറിയുന്നത് നബി സല്ലല്ലാഹു ആ കാലത്തെ നബി ആരാണ് അവരിൽ നിന്ന് മാത്രമേ ഉള്ളൂ. വേറെ ആയിട്ടൊന്നും അറിയാൻ കഴിയില്ല. അവർക്ക് എന്താ അള്ളാഹിനോട് പറയണമെന്നുണ്ടെങ്കിൽ ആ നബിയിലേക്ക് അവർ പറയാം, ആ നബി അള്ളാഹിനോട് പറയും. അങ്ങനെയാണ്. അപ്പോൾ അവിടെ ഒരു ഉടമ്പടി ഉണ്ടാക്കിയത് വ്യക്തമായിട്ടും അത് ആ കാലഘട്ടത്തിൽ നബിയുമായി ഉണ്ടാക്കിയ ഉടമ്പടിയാണ്. പിന്നെ അള്ളാഹിൻ്റെ ഖലീഫയുമായി ഉണ്ടാക്കിയ ഉടമ്പടി മുറിക്കുകയും പിന്നെ അതിൽ തൗബ ചെയ്യാതിരിക്കുകയും ചെയ്തപ്പോൾ ജറഹും ഇലാ കുഫ്രിഹിം ബി ആയാത്ത്, അള്ളാഹു താല അവരെ വലിച്ചു കൊണ്ടുപോയി ഇങ്ങോട്ട് ഇലാ കുഫ്രിഹിം ബി ആയാത്ത്, അള്ളാഹിൻ്റെ അടയാളങ്ങൾ നിഷേധിക്കുന്നതിലേക്ക്. ആദ്യമൊന്നും നമ്മൾ അള്ളാഹിൻ്റെ അടയാളങ്ങൾ നിഷേധിക്കില്ല. നമുക്ക് ഖുർആനും സുന്നത്തും ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരും മഹത്തുക്കളും ഇതൊന്നും നിസ്കാരവും നോമ്പും അള്ളാഹ് ബഹുമാനിച്ച മാസങ്ങളും പള്ളിയും എന്തൊക്കെ ഉണ്ടോ ഇതൊന്നും നമ്മൾ പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നും ആവില്ല നമുക്ക്. പിന്നീട് അതൊക്കെ പ്രയാസമുള്ളതാവും. അതിനൊക്കെ പതിയെ പതിയെ ഓരോന്നോരോന്നായി നമ്മൾ നിഷേധിക്കാൻ തുടങ്ങും. ഖുർആനെ സുന്നത്തിനൊക്കെ നമ്മൾ ബുദ്ധി കൊണ്ട് വീക്ഷിക്കാൻ തുടങ്ങും. അങ്ങനെ പിന്നെ അതിനൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക, ഇഷ്ടമുള്ളത് ഒഴിവാക്കുക, ആ രൂപത്തിലേക്കൊക്കെ നമ്മൾ മാറും. സുമ്മലി ലിശുഊമി കുഫ്രിഹിം, പിന്നെ അവരുടെ ഈ ഒരു കുഫർ കൊണ്ട് അതിൻ്റെ മോശത്തരങ്ങൾ കൊണ്ട് അവർ അതുകൊണ്ട് ഹുദുലു അള്ളാഹു അവരെ ഒഴിവാക്കി. ഹത്താ ഖത്തല അംബിയാഹിം അലൈഹിസ്സലാം, ഏതുവരെ? അവർ അമ്പിയാക്കന്മാരെ കൊല്ലുന്നത് വരെ. അപ്പോൾ ആദ്യം അവർ ഉടമ്പടി പാലിച്ചില്ല. പിന്നെ അള്ളാഹിൻ്റെ ആയാത്തുകൾ അവർ നിഷേധിച്ചു. അതിലും അവർ തൗബ ചെയ്തില്ല. പിന്നെ അവരെന്ത് ചെയ്തു? അള്ളാഹിൻ്റെ അമ്പിയാക്കന്മാരെ കൊല്ലാൻ വരെ അവർ ഉദ്ദേശിച്ചു. ബിഐരി ഹക്ക് സുമ്മലിഷൂമിദാലിക്ക, എന്നിട്ടും അവർ അതിൽ നിന്നില്ല, മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. തഹാസറോ, അവരെന്നിട്ട് ഒരുമ്പിട്ടു, സാഹസപ്പെട്ടു. ഹത്താ ഇദ്ദഊ ശിദ്ദത്ത തഫഹും, അവർക്ക് ഭയങ്കര ആയമുള്ള അറിവുണ്ട് എന്ന് അവർ വാദിച്ചു. അതായത് ഇതൊക്കെ ചെയ്തിട്ടും അവർക്ക് ഭയങ്കര അറിവും വലിയ ഗ്രാഹ്യതയും ഒരുപാട് അറിവൊക്കെ ഉള്ള വലിയ ആൾക്കാരാണെന്ന് അവർ പറഞ്ഞു. അവർ പറഞ്ഞു കുലൂബന ഔഇയത്തു ഉൽ ഉലൂം, നമ്മുടെ ഹൃദയം ഉണ്ടല്ലോ, പിന്നെ അത് അറിവിൻ്റെ കേദാരമാണ്, അറിവിൻ്റെ നിറസഞ്ചിയാണ് നമ്മളുടെ ഹൃദയം എന്നവർ പറഞ്ഞു. ഫറദ് അള്ളാഹു അലൈഹിം, അപ്പോൾ അള്ളാഹു താല അവരെ എതിർത്തുകൊണ്ട് പറഞ്ഞതാണ്
ബൽ തബ അള്ളാഹു അലഹിം ബി കുഫരിയും, കുഫർ കൊണ്ട്, നിഷേധം കൊണ്ട്, അള്ളാഹിൻ്റെ ഖലീഫന ഔലിയാക്കന്മാരെ അമ്പിയാക്കന്മാരൊക്കെ നിഷേധിച്ചുകൊണ്ട് അള്ളാഹ് നിങ്ങളെ ഹൃദയത്തിനെ സീൽ ചെയ്താണ്. എന്തിൽ? ഫഹജബഹും അൻ മഹല്ലൽ ഇർഫാൻ, മാരിഫത്തിൻ്റെ ഇടങ്ങളെ തൊട്ട് അള്ളാഹു നിങ്ങളെ മറച്ചു വെച്ചു. ഫഅമിഹു ഫീ ലലാലത്തിഹിം, അങ്ങനെ അവരവരുടെ വൈകേടിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് നമ്മൾ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരിലേക്ക് ചേർത്തി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ, ആരിഫീങ്ങൾ, ഉന്നതരായ മശായിഖന്മാർ നമ്മളെ മുൻപിലുണ്ടായെങ്കിൽ പോലും അവരെ സ്വീകരിക്കാതെ അവരെക്കാളൊക്കെ അറിവ് കൊണ്ട് വലിയവർ നമ്മളാണ്, ഹൃദയം നിറഞ്ഞവർ നമ്മളാണ്, നമുക്കാണ് എല്ലാം ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് പരത്തുന്ന ആളുകളുടെ ശരിക്കുള്ള അവസ്ഥ, അവരുടെ വൈകേടിനെയാണ് അള്ളാഹു ഇതിലൂടെയൊക്കെ തുറന്നു കാട്ടുന്നത്. ഇനി അടുത്ത ആയത്തിനെ കുറിച്ചുള്ള വിശദീകരണം. വബികുഫ്രിഹിം ഖൗലിഹിം അലാ മറിയം ബുഹ്താൻ അദീമ, അവരുടെ കുഫറിൽപ്പെട്ടതാണ് അവരുടെ വാക്ക്. പിന്നെ മറിയം ബീവിനെക്കുറിച്ച് അവർ മോശപ്പെട്ട വാക്ക് പറഞ്ഞത്, അവർ അധിക്ഷേപിച്ചത്. ഖൗലിഹിം ഇന്ന ഖതൽന ഈസബിനു മസീഹ് ഈസബിനു മറിയം റസൂലുള്ളാഹ്, അള്ളാഹിൻ്റെ റസൂലായ പിന്നെ ഈസാ നബി അലൈഹി സ്വലാമിനെ വധിച്ചു എന്നവർ പറഞ്ഞതും. ഒമാ ഖതലൂഹു ഒമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും, യഥാർത്ഥത്തിൽ അവർ കൊന്നിട്ടോ പിന്നെ കുരിശിലേറ്റിട്ടോ ഒന്നുമില്ല, അവർക്ക് തോന്നിപ്പിക്കപ്പെട്ടതാണ്. ഇന്നല്ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശഖ്കും മിൻ, അവർ അതിൻ്റെ മേലിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അവർ ആ കാര്യം ചെയ്തത് ഒരു സംശയത്തിൻ്റെ മുകളിൽ മാത്രമാണ്. അതായത് നമ്മൾ ഈസാ നബി അലൈഹി സ്വലാമിനെ വധിച്ചു എന്ന് പറഞ്ഞത് ഒരു ഊഹത്തിൻ്റെ മുകളിൽ അവർ പറഞ്ഞതാണ്. മാലഹും ബിഹി മിൻ ഇൽമിൻ ഇല്ലാ തിബാദൻ, അവരുടെ ഊഹത്തിൻ്റെ മുകളിൽ അവരാശ്രയിച്ചതല്ലാതെ അവർക്ക് ആ വിഷയത്തിൽ ഒരു അറിവുമില്ല. ഉമാ ഖതലൂഹു യഖീന, യഥാർത്ഥത്തിൽ അവരെ കൊന്നിട്ടില്ല, വധിച്ചിട്ടില്ല. ബൽ റഫ അല്ലാഹു ഇലൈഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾ അള്ളാഹിലേക്ക് ഉയർത്തിയതാണ്, അള്ളാഹിൻ്റെ തൃപ്തിയിലേക്ക്. വഖാന അല്ലാഹു അസീസൻ ഹക്കീമ. അപ്പം അതിനെ വിശദീകരിക്കുകയാണ്. മുഹാവസത്തു അൽ ഹദ്ദുൽ ദലാൽ, അതിര് അടുക്കൽ ദലാലത്താണ്. കമാ അന്നൻ നുഖ്സാന വ തകാസുർ അനിൽ ഹഖ് ദലാലത്തുൻ, ഒരാൾക്ക് പിന്നെ ഹക്കായിട്ടുള്ള ഒരാൾക്ക് പിന്നെ കൊടുക്കേണ്ടതായ ഒന്ന് കൊടുക്കാതിരിക്കുന്നത് ദലാലത്തായതുപോലെ. ഇപ്പം ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വിഷയത്തിൽ ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ മകനാണെന്നും ഇലാഹാണെന്നും പറയുന്ന ഒരു അതിര് കടക്കലുണ്ട്. അത് ദലാലത്താണ്, അത് വൈകേടാണ്. അതുപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാമിനെ നബിയായും റസൂലായും അള്ളാഹുവിൻ്റെ അടിമയായിട്ടും അംഗീകരിക്കാത്തതും മറ്റൊരു ദലാലത്താണ്, വൈകേടാണ്. ഖൗമുൻ തഖവ്വലു അലാ മറിയമ വറമൂഹ ബിജിന, ഒരു വിഭാഗം എന്ത് ചെയ്തു? മറിയം ബീവിനെ പിന്നെ കുറ്റം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അവർ വ്യഭിചാരിണിയാണ്, വ്യഭിചാരത്തിൽ നിന്നുണ്ടായ കുട്ടിയാണ് ഈ ഈസാ നബി അലൈഹി സ്വലാം എന്നവർ പറഞ്ഞു. വാഹറുഹും ജാവസു ഹദ്ദഫി തഅദീമിഹ ഖാലു ഇബ്നുഹ ഇബ്നുല്ലാ, എന്ന മറ്റൊരു വിഭാഗം അവർ അതിര് കടന്നു. എന്നിട്ട് അവർ പറഞ്ഞു ഇത് അള്ളാഹിൻ്റെ മകനാണ്. വഖീല ത്വാഇഫതാനി വഖാലു ഫീ ദലാൽ, വഖഉ ഫീ ദലാൽ, ഈ രണ്ട് വിഭാഗവും വൈകേടിലകപ്പെട്ടവരാണ്. മറിയം ബീവിൻ്റെ മകൻ ദൈവമാണെന്ന് പറഞ്ഞവരും മറിയം ബീവിനെയും ഈസാ നബി അലൈഹി സ്വലാമിനെ കുറ്റപ്പെടുത്തിയവരും ഈസാ നബി അലൈഹി സ്വലാം നബിയല്ല എന്ന് പറഞ്ഞ രണ്ട് വിഭാഗവും വൈകേടിലാണ്. വയുഖാലു മറിയം റളിയല്ലാഹു അൻഹാ കാനത്ത് വലിയത്തുല്ലാഹ്, മറിയം ബീവി അള്ളാഹുവിൻ്റെ വലിയത്തായിരുന്നു. ഫശഖീ ബിഹാ ഫിർഖാൻ, അതുകൊണ്ട് തന്നെ അവരെ വിഷയത്തിൽ രണ്ട് വിഭാഗം നിർഭാഗ്യവാന്മാരാണ്. അഹ്ലുൽ ഇഫ്റാത്ത് വാഹ്ലു തഫ്രീത്ത്, അധികരിച്ച് പറഞ്ഞവരും വാഹ്ലു തഫ്രീത്ത്, അവരെ അവകാശങ്ങൾ കൊടുക്കാതെ അവരെ അവഗണിച്ചവരും. കദാലിക കാന ഔലിയാഹു സുബ്ഹാനഹു വതആല, അതുപോലെ തന്നെ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരും. വമുൻകിറുഹും യഷ്കാ ബിതർക്കൽ ഇഹ്തിറാം, അതുപോലെ തന്നെ അവരെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കാതെ അവരെ നിഷേധിക്കുന്ന ആളുകളും നിർഭാഗ്യവാന്മാരാണ്. വല്ലദീന യഅ്തഖിദൂന ഫീഹിം മാ ലാ യസ്തജീബുനഹും, അതുപോലെ തന്നെ അവർക്ക് അർഹിക്കുന്നതല്ലാത്ത പദവി കൊടുത്ത് അവരെ വാഴ്ത്തുന്നവരും പിന്നെ അള്ളാഹു ആണെന്ന് പറയുന്നവരും അങ്ങനെയുള്ളവരും നിർഭാഗ്യവാന്മാരാണ്. യഷ്കൂന ബി സിയാദത്തി ഫീ അദാമിഹിം, അവർ പൊന്തിച്ച്
അവർ പൊന്തിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് അവർ പൊന്തിക്കുന്നവരും അതിലൂടെ നിർഭാഗ്യവാന്മാരാണ്. വാലാഹാദിഹിൽ ജുംലത്തെ ദർജത്തിൽ അക്കാസിറൂന മിൻ അക്കാബിർ, അക്കാബിരീങ്ങളൊക്കെ ആയ ആളുകളുടെ വിഷയത്തിലൊക്കെ ഇതാണ് ശരി. അതായത് നമ്മൾ ഏത് വലിയനെ പറഞ്ഞാലും ആ വലിയനും നമ്മൾ ഇതുപോലത്തെ സംഭവങ്ങളുണ്ടാവും. ആ വലിയ ആളുകൾ ഇങ്ങനെ പൊക്കി 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 റസൂലാണെന്ന് പറയുന്നവരെ, അല്ലെങ്കിൽ സഹാബിനേക്കാളൊക്കെ വലിയ മക്കാമാണെന്ന് പറയുന്നവരെ ആൾക്കാർ പറയും. അതിലൂടെ അവർ വൈകേടില്ലാവും. അതുപോലെ ഒരാളെ താത്തി അവരെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്കും പോകും. അതിലൂടെ അവർ വൈകേടില്ലാവും. മഹാനവറുകൾ പറയാൻ ഖൗലുഹു തആല വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും, അവർ യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹി സ്വലാമിനെ കുരിശിലേറ്റിയിട്ടില്ല, അവിടെ ഒരു രൂപം അവർക്ക് സാദൃശ്യമായ രൂപം നൽകപ്പെടുക മാത്രമാണ് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. ഖീല ഔഖ അല്ലാഹു ശബഹഹു അല സായിബിഹി, അവിടെ ഈ വധിക്കപ്പെട്ട ആൾ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാമിലേക്ക് വഴി കാണിച്ചു കൊടുത്ത ആളാണ് എന്നാണ് ഒരു അഭിപ്രായം. അതായത് ഈസാ നബി മൂപ്പർ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത ഒരാളാണ് ഒരാൾ. ഫഖുത്തില്ല വസുലിബ മക്കാനുഹു, എന്നാൽ ആ ആളാണ് ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ രൂപം കൊടുക്കപ്പെട്ടതിൻ്റെ പേരിൽ വധിക്കപ്പെട്ടതും അതുപോലെ കുരിശിലേറ്റപ്പെട്ടതും. വഖദ് ഖീല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയപ്പെടാറുള്ളത്, മൻ ഹഫറ ബിഅറൻ ലിയാഹി, ആരെങ്കിലും തൻ്റെ സഹോദരന് ഒരു കുഴി ഉണ്ടാക്കിയാൽ, ആരെങ്കിലും തൻ്റെ സഹോദരനെ വീഴ്ത്താൻ വേണ്ടി ഒരു കുഴി ഉണ്ടാക്കിയാൽ വവഖാഫിഹ, അവനായിരിക്കും ആദ്യം അതിൽ വീഴുക. നമ്മളാരെങ്കിലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കാൻ നമ്മളൊരു ട്രാപ്പ് ഉണ്ടാക്കി, ഒരു തന്ത്രം മെനഞ്ഞു. നമ്മൾ ആ തന്ത്രം മെനഞ്ഞാൽ ആദ്യം ആ തന്ത്രത്തിൽ വീഴുന്ന ആൾക്കാർ നമ്മളായിരിക്കും, വേറെ ആരും ആയിരിക്കില്ല. അപ്പോൾ ഇവിടെയും സംഭവിച്ചതാണ്. ഈസാ നബി അലൈഹി സ്വലാമിലേക്ക് അയാൾ തന്ത്രം മെനഞ്ഞ് ഈസാ നബിക്ക് ഈസാ നബിനെ കാണിച്ചു കൊടുക്കാൻ വെച്ച് വന്ന, പക്ഷേ ആദ്യം അതിൽ വീണത് അയാളാണ്. വഖീല ഇന്ന ഈസാ അലൈഹി സ്വലാം ഖാല, ഇങ്ങനെയും അഭിപ്രായമുണ്ട്. ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, എന്ത്? മൻ റളിയ ബി അൻ യുൽഖ അലൈഹി ഷബിഹി, ആരെങ്കിലും എൻ്റെ രൂപം ഇടപെടുന്നത് തൃപ്തിപ്പെടുന്നുണ്ടെങ്കിൽ ഫയുഖ്തല ദൂനി, എന്നിട്ട് എൻ്റെ സ്ഥാനത്ത് അവർ വധിക്കപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫലഹുൽ ജന്ന, അവന് സ്വർഗമാണ് എന്ന്. ഞാൻ അവർ കൂട്ടക്കാരോട് വിളിച്ചിട്ട് ഈസാ നബി അലൈഹി സ്വലാം അവരുടെ ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു, അടുത്ത ആളുകളോട് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ സ്ഥാനത്ത് എൻ്റെ രൂപം നൽകപ്പെടാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? എന്നിട്ട് ആ രൂപം കിട്ടിയ ആളെ വധിക്കപ്പെടും. എന്നിട്ട് ആ വധിച്ച് കഴിഞ്ഞാൽ ഉടൻ സ്വർഗവും കിട്ടും. ആർക്കെങ്കിലും അതിന് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഫറദിയ ഫീ ബഅദി അസ്ഹാബി, മഹാനവകളുടെ അസ്ഹാബിങ്ങളിൽപ്പെട്ട അനുചാരന്മാരിൽപ്പെട്ട ചിലർ അതിന് മുതിർന്നു വന്നു. ഫയുഖാല ലമ്മാസ്, മുതിർന്നു വന്നു. അങ്ങനെ അവരാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഒരു അഭിപ്രായം. ഫയുഖാല ലമ്മ സബറ അല മുഖാസാത്തി തലഫ്, ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ ക്ഷമിച്ചാൽ ലം യഅദമു മിനല്ലാഹിൽ ഖലഫ്, അള്ളാഹു ഒരിക്കലും നമുക്ക് പകരം നൽകാതിരിക്കൂല. നമുക്കൊരു പ്രയാസം വന്ന ആ പ്രയാസമുള്ള സമയത്ത് നമ്മൾ ക്ഷമിച്ചാൽ അള്ളാഹു ആ ക്ഷമക്ക് പകരം നൽകാതിരിക്കൂല, ഉറപ്പാണ്. ഖാല അല്ലാഹു തആല, കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഇന്നാ ലാ നുദീഉ അജ്റ മൻ അഹ്സന അമല, ഇന്നാ ലാ നുദീഉ, അള്ളാഹു ഒരിക്കലും പായാക്കി കളയൂല, തരാതിരിക്കൂല, നഷ്ടപ്പെടുത്തൂല. അജ്റ മൻ അഹ്സന അമല, ഏറ്റവും നന്നായി അമല ചെയ്ത ആളുകളെ. അഹ്സന അമൽ എന്ന് പറഞ്ഞാൽ വെറും അമൽ ചെയ്തതല്ല, അള്ളാഹുലായി ഇഹ്സാനിലായി ഏറ്റവും ഉന്നതമായ അവസ്ഥയിലായി അമൽ ചെയ്ത ഒരു അമലിനെയും അള്ളാഹു പായാക്കി കളയൂല. അപ്പം നമ്മൾ ക്ഷമിക്കാൻ അതിനേക്കാൾ വലിയ അമലില്ല. ഇപ്പോൾ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ, ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ ക്ഷമിച്ചാൽ അള്ളാഹു അതിന് പ്രതിഫലം നൽകാതിരിക്കൂല. യുക്കാലു ലമ്മ, ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്, ലമ്മ സഹത്ത് സഹബത്തുർ റിജാലു മഅ ഈസ അലൈഹിസ്സലാം ബിനഫ്സി, ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ സ്വന്തം നഫ്സ് കൊണ്ട് അവരുടെ അനുചരന്മാർ സഹവാസത്തിലായി കഴിഞ്ഞപ്പോൾ അള്ളാഹു അത് സ്വീകരിക്കുകയും അത് ഏറ്റവും നല്ലതായി അവരിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്തപ്പോൾ, അതായത് ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ സഹവാസത്തിലായി ആളുകൾ കഴിഞ്ഞു, പക്ഷെ ആ സഹവാസം ഏറ്റവും നല്ലതാവുകയും ചെയ്തു. അങ്ങനെ സംഭവിച്ചപ്പോൾ സഹിബഹു ബിറൂഹിഹി, അവരുടെ ആത്മാവ് കൊണ്ടും അവർ ഈസാ നബി അലൈഹി സ്വലാമിനെ സഹവാസം ചെയ്തു. ഫലമ്മ റുഫിഅ ഈസാ അലൈഹിസ്സലാം ഇലാ മഹല്ലി സുൽഫ, ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ
ഇടങ്ങളിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ റഫാ റൂഹു ഹാദല്ലദീ ഫദാഹു ബിനഫ്സി, സ്വന്തം നഫ്സിനെ ബലിയർപ്പിച്ച ഈയൊരു അനുചരനും ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ കൂടെ പിന്നെ ഉയർന്നു. ഇലാ മഹല്യ കുർബത്തി, അള്ളാഹുവിൻ്റെ കുർബിൻ്റെ സാമീപ്യത്തിൻ്റെ സ്ഥലത്തേക്ക്. ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് വധിക്കപ്പെട്ടത് എന്നുള്ള അഭിപ്രായം എടുക്കുകയാണെങ്കിൽ ആ ആള് സ്വന്തം നഫ്സിനെ ഈസാ നബി അലൈഹി സ്വലാമിന് വേണ്ടി ബലിയർപ്പിച്ച ആളാണ്. സ്വന്തം നഫ്സിനെ ഈസാ നബി അലൈഹി സ്വലാമിന് അർപ്പിച്ചപ്പോൾ അള്ളാഹ് കൊടുത്ത പകരം എന്താ? ഈസാ നബി അലൈഹി സ്വലാം ഉയർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂഹും അതേപോലെ ഈസാ നബിൻ്റെ കൂടെ ഉയർന്നു പോയി. ഇനി ബഹ്റ മദീദിൽ ബഹുമാനപ്പെട്ട അല്ലാമ ഷെയ്ഖ് ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു തങ്ങൾ നൽകിയ വിശദീകരണമാണ്. നഖ്ളു ഉഹൂദു ശുയൂഖ്, ശൈഖന്മാരുമായി നമ്മൾ ഉണ്ടാക്കുന്ന ഉടമ്പടി അത് പിന്നെ മുറിക്കുക എന്ന് പറയുന്നത്. ഈ ആയത്തിൽ ജൂതന്മാരുണ്ടാക്കിയ ഉടമ്പടിനെ പറ്റിയാണല്ലോ പറഞ്ഞത്. അള്ളാഹുവായിട്ട് അവരുണ്ടാക്കിയ ഉടമ്പടി അവർ മുറിച്ചു കളഞ്ഞു. അതേപോലെ തന്നെ ശൈഖന്മാരുമായി നമ്മൾ ഉണ്ടാക്കുന്ന ഉടമ്പടി മുറിച്ചു കളഞ്ഞാൽ അത് മിൻ അസ്ബാബിൽ മഖ്തി വബുദിയാനില്ല, അത് അള്ളാഹുവിൻ്റെ കോപത്തിനും അള്ളാഹുവിൽ നിന്നുള്ള അകൽച്ചക്കും കാരണമാകുന്ന സബബിൽപ്പെട്ടതാണ്. അപ്പോൾ ചെറിയ കാര്യമൊന്നുമല്ല അത്. അതുകൊണ്ടാണ് ആ വിഷയത്തെ ആദ്യം അള്ളാഹു എടുത്ത് പറഞ്ഞത്. നമുക്ക് തോന്നും അതൊരു വലിയ കാര്യമില്ല, അതൊരു ഉടമ്പടിയല്ലേ, അത് സാരമില്ല, ചെറിയൊരു ഉടമ്പടിയല്ലേ എന്ന് നമ്മൾ വിചാരിക്കും. അത് ചെറിയ കാര്യമല്ല, അള്ളാഹിൻ്റെ അടുക്കൽ അത് വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത് നഖ്ളു ഉഹൂദു ശുയൂഖ്, മശായിഖന്മാരുമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഉടമ്പടി, മരണം വരെ ദിക്ർ കൊണ്ടെടുക്കുന്ന നമ്മൾ ഉണ്ടാക്കുന്ന ഉടമ്പടി, അവൾ വേറെ ത്വരീക്കത്തൊന്നും സ്വീകരിക്കില്ല നമ്മൾ ഉണ്ടാക്കുന്ന ഉടമ്പടി, മശായിഖന്മാരൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഉടമ്പടി മിൻ അസ്ബാബിൽ മഖ്ത്, അത് നമ്മൾ ഒഴിവാക്കിയാൽ, അത് നമ്മൾ മുറിച്ച് കളഞ്ഞാൽ, അല്ലെങ്കിൽ അത് തെറ്റിച്ചാൽ, കൊണ്ടെടുക്കാതിരുന്നാൽ അത് അള്ളാഹുവിൻ്റെ കോപത്തിന് കാരണമാവും. മിൻ അസ്ബാബിൽ മഖ്തി വബുദ് അനില്ല, അള്ളാഹുവിൽ നിന്ന് അത് അകൽച്ചക്കും കാരണമാവും. നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല, അള്ളാഹുവിൻ്റെ അടുക്കാൻ കഴിയില്ല. നമ്മൾ എത്ര അമൽ ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല, അള്ളാഹുവിൻ്റെ അടുക്കാൻ കഴിയില്ല. ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. വകദാലിക, അതുപോലെ തന്നെയാണ് വകദാലിക്കൽ ഇൻകാറു അലൈഹിം, അവരെ നമ്മൾ നിഷേധിക്കുന്നതും വത്തഅനു ഫീഹിം, അവരെ കുറ്റപ്പെടുത്തുന്നതും. അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെ ആരിഫീങ്ങൾ നമ്മൾ നിഷേധിക്കുകയാണോ, അവരെ നമ്മൾ കുറ്റപ്പെടുത്തുകയാണോ, അവരെ നമ്മൾ ആക്ഷേപിക്കുകയാണോ, അങ്ങനെയാണെങ്കിലും അത് അള്ളാഹുവിൻ്റെ കോപത്തിന്, അങ്ങേയറ്റത്തെ കോപത്തിന് പാത്രമാവുന്ന കാര്യമാണ്. വകദാലിക, അതുപോലെ തന്നെയാണ് ബുഉദു അനി വഅദിഹിം വതദ്കീരിഹിം, അവരുടെ വാതിൽ നിന്ന്, അവരുടെ ഉപദേശത്തിൽ നിന്നും അവരുടെ ഓർമ്മപ്പെടുത്തലുകളിൽ നിന്നൊക്കെ നമ്മൾ അകന്നു നിൽക്കുന്നതും. നമ്മളിതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ മശായിഖന്മാരുടെ ഓർമ്മപ്പെടുത്തൽ ഇങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ കാര്യത്തിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുകയാണ്, അകന്നു നിൽക്കുകയാണെന്ന് കരുതി. നമ്മൾ ഒന്ന് അകൽച്ച രണ്ട് രൂപത്തിലുണ്ടാവും. ഒന്ന്, അത് കേൾക്കാൻ തന്നെ നമ്മൾ കൂട്ടാക്കണില്ല. മശായിഖന്മാർ നമ്മളോട് പറയുന്നത്, ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത്, അഹ്മദ് തിജാനി തങ്ങൾ പറയുന്നത്, അതുപോലെ നമ്മൾ മശായിഖന്മാരൊക്കെ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ തന്നെ കൂട്ടാക്കുന്നില്ല. അതൊരു അകൽച്ചയാണ്. രണ്ടാമത്തെ അകൽച്ച കേട്ടാൽ തന്നെ നമ്മളത് ഗൗനിക്കാൻ തയ്യാറല്ല, നമ്മളതിനിങ്ങനെ നെവർമെൻ്റേക്ക് വിടുകയാണ്. അങ്ങനെയാണെങ്കിൽ അതും അള്ളാഹുവിൻ്റെ കോപത്തിന് കാരണവും. വലിദ്ദുഹാദ മിൻ മൂജിബാത്തിൽ ഖുർബി വഹുബ് മിനല്ലാഹ്, എന്നാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടല്ലോ, ഈ പറഞ്ഞതിൻ്റെ നേരെ വിപരീതം. അത് മൂജിബാത്ത് ഖുർബ് വഹുബ് മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള സാമീപ്യവും അള്ളാഹിൻ്റെ സ്നേഹവും കിട്ടാൻ കാരണവും. എങ്ങനത്തെ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിൻ്റെ മശായിഖന്മാരോടുള്ള ഉടമ്പടി നമ്മൾ കാത്തു സൂക്ഷിക്കുക, അവരെ നിഷേധിക്കാതിരിക്കുക, അവരെ കുറ്റപ്പെടുത്താതിരിക്കുക, അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കുകയും കേൾക്കുകയും പാലിക്കുകയും ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൽ നിന്നിൻ്റെ സാമീപ്യവും അള്ളാഹിൻ്റെ സ്നേഹവും നമുക്ക് ഉറപ്പുവരുത്തും. അതിന് ഉദാഹരണം പറയാം, കഹിഫ്ലു ഹുർമത്തിഹി, അവരുടെ ബഹുമാനം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത്, അവരെ അങ്ങേയറ്റം നമ്മൾ ബഹുമാനിക്കുന്നത്. വഖൂഫി അവാമിനിഹിം, അവരുടെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കുന്നത്. വദബ്ബി അൻഹും ഹീന തുഹ്തക ഹുർമതഹും, അവരുടെ അഭിമാനത്തെ ആരെങ്കിലും ക്ഷതമേൽപ്പിക്കുമ്പോൾ അതിനെതിരെ നമ്മൾ സംസാരിക്കുന്നത്. നമ്മളൊക്കെ ചിലപ്പോൾ നമ്മളുടെ വാപ്പനെ പറ്റി, ഉമ്മനെ പറ്റി, ഭാര്യനെ പറ്റി, ഭർത്താവിനെ പറ്റി, മക്കളെ പറ്റി ഒക്കെ ആരെങ്കിലും എതിരെ പറഞ്ഞ എന്തിനു വരെ
നമ്മളെ വീട്ടിലത്തെ ഒരാൾ, കുടുംബത്തിലൊരാൾ, നാട്ടിലൊരാളെതിരെ പറഞ്ഞാൽ വരെ ചിലപ്പോൾ നമുക്കങ്ങോട്ട് ചൂട് വരും. നമ്മൾ ചിലപ്പോൾ എതിരെ സംസാരിക്കും. അതേസമയം മശായിഖന്മാരെ പറയുന്നത് നമുക്ക് കഴിവുണ്ടെങ്കിലും അതിനുള്ള അവസരം ഉണ്ടെങ്കിലും ഒന്നും പറയൂല, അങ്ങനെ കേട്ടിക്കും. ഒരിക്കലും നല്ലതല്ല. നമുക്ക് അതിനർത്ഥം എല്ലായിടത്തും പോയി തല്ലുണ്ടാക്കണം എന്നല്ല. പക്ഷെ നമുക്ക് അവസരമുണ്ട്, നമ്മൾക്ക് പറയാൻ പറ്റുന്ന സാഹചര്യമുണ്ട്, പറയുന്നത് ആൾക്കാർ കേൾക്കും, മനസ്സിലാക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളവിടെ പറയണം. ഇനി ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഹൃദയം കൊണ്ടെങ്കിലും അങ്ങേയറ്റത്തെ വെറുപ്പ് ആ വിഷയത്തിലുണ്ടാവണം. ഒരാൾക്ക് കൈകൊണ്ട് തടുക്കാൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് തടുക്കണം, അല്ലെങ്കിൽ നാവ് കൊണ്ട് തടുക്കണം, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അതിനോടൊരു വിരക്തി ഉണ്ടാവണം എന്ന് വിശ്വാസങ്ങൾ ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതേപോലെ ആവണം. അള്ളാൻ്റെ ഔലിയാക്കന്മാരെ പറ്റി പറയുമ്പോൾ അതുണ്ടാവുന്നില്ലെങ്കിൽ നമുക്കെന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ അവരെപ്പറ്റി നമ്മൾ എതിർക്ക് പറയും. അള്ളാൻ്റെ ഔലിയാക്കന്മാരെന്ന് പറയുമ്പോൾ മശായിഖന്മാർ, തിജാനി മശായിഖന്മാരൊക്കെ ഇതിൽ മുതിർന്ന മഹത്തുക്കളൊക്കെ അതിൽപ്പെടും. അവരെപ്പറ്റി മോശം പറയുമ്പോൾ നമ്മളിങ്ങനെ കേട്ടിക്കുക എന്നുള്ളതല്ല നമ്മുടെ രീതി ഉണ്ടാവേണ്ടത്. അതിന് എതിർക്കേണ്ട സ്ഥലത്ത് നമ്മൾ എതിർക്കുക തന്നെ വേണം. അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ വദുനുവി മിൻഹും, അവരോട് നമ്മൾ അടുക്കാൻ ശ്രമിക്കുന്നത്. വസായി ഫി ഹിദ്മത്തിഹിം, അവരെ ഹിദ്മത്തിൽ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കുന്നത്. അതൊക്കെ അള്ളാഹുവിൻ്റെ മഹബത്തും സാമീപ്യവും നേടിത്തരും. നമ്മൾ അള്ളാഹുവിൻ്റെ സാമീപ്യത്തിനെയാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമ്മളെ സ്നേഹിക്കണം എന്നാണോ വിചാരിക്കുന്നത്? ഒന്നും ചെയ്യേണ്ട. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ നമ്മൾ ബഹുമാനിച്ചാൽ മതി, അവർ പറഞ്ഞ് നമ്മൾ അനുസരിച്ചാൽ മതി. അവരാരെങ്കിലും മോശപ്പെടുത്തുന്ന സമയത്ത് അതിനെ നമ്മൾ ഒന്നുകിൽ കേൾക്കാതെ അവിടെ നിന്ന് വിട്ടു പോരുക, അല്ലെങ്കിൽ പിന്നെ അതിനെ എതിർക്കുക, അല്ലെങ്കിൽ ഹൃദയത്തിലെങ്കിലും അതിനോടൊരു വിരക്തി കാണിക്കുക. പിന്നെ അവരോട് നമ്മളെപ്പോഴും അടുക്കാൻ ശ്രമിക്കുക, മഹാന്മാരോട് എപ്പോഴും അടുക്കാൻ ശ്രമിക്കുക. എപ്പോഴും നമ്മൾ അവരുടെ ഹിദമത്തിലായി നിൽക്കുകയും ചെയ്യുക. അവരുടെ ഹിദമത്തിലായി നമ്മൾ എത്രത്തോളം പരിശ്രമിക്കുന്നോ അത്രത്തോളം അള്ളാഹുവിൻ്റെ മഹബത്തും അള്ളാഹുവിൻ്റെ ഖുർബും സാമീപ്യം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും എന്നത് ഈ ആയത്ത് തെളിവാണെന്നാണ് ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു നജീബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത്. ഇനി അടുത്ത ആയത്ത് സൂറത്തുൽ നിസായിലെ 159-ാമത്തെ ആയത്ത്. വഇൻ മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലിയുഅ്മിനന്ന ബിഹി ഖബ്ല മൗതി. അഹ്ലുൽ കിതാബിൽ നിന്ന് ആരും തന്നെ ഇല്ല അദ്ദേഹത്തിൽ വിശ്വസിക്കാതായിട്ട്, ഖബ്ല മൗതി, അവരുടെ മരണത്തിന് മുമ്പ്. അപ്പോൾ അഹ്ലുൽ കിതാബിൻ്റെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, അവരൊക്കെ അദ്ദേഹത്തിൽ നിന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ഈസാ നബി അലൈഹി സ്വലാമിൽ വിശ്വസിക്കാത്തതായിട്ടുണ്ടാവില്ല എന്നാണ്. ഖബ്ല മൗതി ഹി എന്ന് പറഞ്ഞാൽ അവിടെ ആരുടെ മരണമാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവർ മരിക്കുന്നതിന് മുമ്പ് ഈസാ നബിയിൽ വിശ്വസിക്കുന്നു ആണോ പറഞ്ഞത്, അതോ ഈസാ നബി അലൈഹി സ്വലാം മരിക്കുന്നതിന് മുമ്പ് പിന്നെ അദ്ദേഹത്തിൽ ക്രിസ്ത്യാനികളും ജൂതന്മാരും വിശ്വസിക്കുമെന്നാണോ പറഞ്ഞത് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താണെങ്കിലും രണ്ടും മഹാന്മാർ സ്വീകരിച്ച അഭിപ്രായങ്ങൾ തന്നെയാണ്. വയൗമൽ ഖിയാമത്തി യകൂനു അലൈഹിം ഷഹീദ എന്ന ഖിയാമത്ത് നാളിൽ ഈ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം അവർക്കെതിരെ സാക്ഷി നിൽക്കുകയും ചെയ്യും. ഫിരിയാൽ തഫ്സീറിലെ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഇതിൽ വളരെ വിശദമായ വിശദീകരണം നൽകുന്നുണ്ട്. ഒരുപാട് വളരെ ആയത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. വഇൻ മൻ അഹ്ലിൽ കിതാബ് അഹദുൻ, അഹ്ലി കിതാബിൽപ്പെട്ട ആരും ഉണ്ടാവില്ല ഇല്ലാ യുഅ്മിനുന്ന ബിഹി ബി ഈസാ നബി അലൈഹി സ്വലാമിനെ വിശ്വസിക്കാത്തവരായിട്ട് ഖബ്ല മൗതി, അവരുടെ മരണത്തിന് മുമ്പ്. യൗമുൽ ഖിയാമത്തി യകൂനു ഈ ഖിയാമത്ത് നാളിൽ ഈസാ നബി അലൈഹി സ്വലാം അലൈഹിം ഷഹീദ, അവർക്കെതിരെ പിന്നെ സാക്ഷി പറയുന്നവരായിട്ട്, ബിമാ ഫഅലൂഹു, അവരുടെ പ്രവർത്തനത്തിനെതിരെ. വളരെ ഇനി പറയുന്ന ഭാഗങ്ങൾ ശ്രദ്ധയിൽ കേൾക്കാൻ കേട്ടോ. നല്ല നമുക്കൊരുപാട് ആത്മീയമായ രുചി തരുന്ന, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന പിന്നെ ഒരു ഭാഗമാണ് ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഈ പറയുന്നത്. ഹാദാ ഈസാ റൂഹുല്ലാ, ഇത് ഈസാ റൂഹുല്ലാ ആയിട്ടുള്ള ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ കുറിച്ചുള്ള കാര്യമാണ്. ദല്ലൽ ഫരീഖൈനി ഫീ ഹഖ് ഈസാ അയ്യഹൂദ് വൻ നസാറ. ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ വിഷയത്തിൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും രണ്ടുപേരും വൈവിച്ചു പോയി. യഹൂദു ഫറത്തു ഫി ഹഖിഹി, ജൂതന്മാർ ഈസാ നബി അലൈഹി സ്വലാമിന് കൊടുക്കേണ്ട പിന്നെ ഹക്കിന് അതിൽ വീഴ്ച വരുത്തി, അവർക്ക് കൊടുക്കേണ്ട കാര്യം കൊടുത്തില്ല, അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം അർഹപ്പെട്ട കാര്യങ്ങൾ കൊടുത്തില്ല എന്നതിൻ്റെ പേരിൽ അവർ വീഴ്ച വരുത്തി. ഹത്താ ജഅലുഹു വലദ സിന വ ഉമ്മുഹു സാനിയതൻ,
എത്രത്തോളം തന്നെ അവർ പറഞ്ഞു ഇദ്ദേഹം വ്യഭിചാരത്തിൽ നിന്നുണ്ടായ കുട്ടിയാണ്, അവരുടെ ഉമ്മ ഒരു വ്യഭിചാരിണിയാണ് എന്ന് വരെ അവർ പറഞ്ഞു. അതാണ് ജൂതന്മാർ ചെയ്ത തെറ്റ്. വൻ നസാറ, എന്നാൽ ക്രിസ്ത്യാനികളോ റഫാഊഹു ഫൗക ഖദ്രിഹി, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അവർ പൊന്തിച്ചു ശരിക്കുള്ള ഖദറിനേക്കാൾ അപ്പുറത്ത്, ശരിക്കുള്ള സ്ഥാനത്തിനേക്കാൾ അപ്പുറത്ത് പൊന്തിച്ചു. ഹത്താ ജാലൂഹു ഇബ്നൻ ലില്ലാഹി, എത്രത്തോളം തന്നെ അവർ വെച്ചു ഈസാ നബി അലൈഹി ഇസ്ലാം ഇബ്നൻ ലില്ലാ, അള്ളാഹിൻ്റെ മകനായിട്ട്, ഔ ഹു അല്ലാ, അല്ല അള്ളന്നായിട്ട്. വഹാദ ആദത്തുല്ലാഹി ഫി കുല്ലി ഖലീഫ, എന്നാൽ ഈ ഒരു കാര്യം ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മാത്രം വിഷയമല്ല, അള്ളാഹിൻ്റെ ഖലീഫയായി വരുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന സംഭവമാണ്. ലാബുദ്ദ മിൻ ഇഫ്റാത്തി വൻ തഫ്രീത്ത്, അവരുടെ വിഷയത്തിൽ ആളുകൾ ഇങ്ങനെ അധികരിച്ചും പോവും കുറഞ്ഞും പോവും. ചിലർ ഭയങ്കര കൂട്ടി വലിയത് ആക്കുകയും ചെയ്യും, അവർക്കില്ലാത്ത സ്ഥാനങ്ങൾ അവർക്ക് വെച്ചു കൊടുക്കുകയും ചെയ്യും. ചിലർ അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാതിരിക്കുകയും ചെയ്യും. മൻ ഫറത്ത ഫി ഹഖ്ഖിഹി ശഖയ ബിഹി, ആരെങ്കിലും അള്ളാഹിൻ്റെ ഖലീഫനെ അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതിരുന്നാൽ, അതിൽ വീഴ്ച വരുത്തിയാൽ അതുകൊണ്ട് അവർ നിർഭാഗ്യവാന്മാരായിത്തീരും. ഒമൻ അഫ്രത്ത ഹത്താ ജഅലഹു ഫൗഖൽ ഉബൂദിയ, എന്നാൽ അവരെ ഉബൂദിയത്തിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു കാര്യത്തിൽ അവരെ വെച്ചിട്ട് അവർ പൊന്തിച്ചാൽ, അവർക്കില്ലാത്തൊന്ന് കൊടുത്തിട്ട് അവർ പൊന്തിച്ചാൽ, അതിലൂടെയും അവർ വൈകേടിലായിത്തീരും. ജഅല ലഹു ഇലാഹൻ ഫഹുവ ഐദൻ ശഖിയ ബിഹി, അവർ എന്തു ചെയ്യും, അവരെ ഇലാഹാക്കി മാറ്റും, ദൈവമാക്കും. ഫഹുവ ഐദൻ ശഖിയ ബിഹി, അതുകൊണ്ട് അവരും അതിലൂടെ നിർഭാഗ്യവാന്മാരാണ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഹലക്കല്ലാഹു മിൻ റൂഹിഹി, അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ റൂഹിൽ നിന്നാണ് പടച്ചത്. കമാ ഹലക്ക ആദം നബി അലൈഹി ഇസ്ലാമിനെ പടച്ചതുപോലെ. കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്ന മസല ഈസാ ഇൻദല്ലാഹി കമസലി ആദം, അള്ളാഹിൻ്റെ അടുക്കൽ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉദാഹരണം ആദം നബി അലൈഹി ഇസ്ലാമിനെ പോലെയാണ്. ആദം നബി അലൈഹി ഇസ്ലാമിനെ എങ്ങനെയാണോ അള്ളാഹു പടച്ചത്, അതുപോലെയാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിനെയും പടച്ചത്. വലാകിൻ കുല്ലു ഇൻസാനിൻ ഖലഖഹുല്ലാഹ്, ഇനി പറയുന്ന വാക്ക് ശ്രദ്ധിക്കണേ. വലാകിൻ കുല്ലു ഇൻസാനിൻ ഖലഖഹുല്ലാഹു യംഫഹു ഫീ റൂഹൻ മിൻ റൂഹിഹി, എല്ലാ മനുഷ്യന്മാരെയും ശരിക്കും അള്ളാഹുവിൻ്റെ റൂഹിൽ നിന്ന് തന്നെയാണ് അള്ളാഹു പടച്ചത്. അത് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ മാത്രമല്ല, ആദം നബി അലൈഹി ഇസ്ലാമിനെ മാത്രമല്ല, എല്ലാ മനുഷ്യന്മാരെയും അള്ളാഹു പടച്ചത് അള്ളാഹിൻ്റെ റൂഹിൽ നിന്നാണ്. ഫബിഹാദ റൂഹു യകൂനു ഇൻസാനൻ, ഈ ഒരു റൂഹ് കൊണ്ടാണ് മനുഷ്യനായിത്തീരുന്നത്. എല്ലാം മനുഷ്യനും മൃഗവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, മൃഗീയമായ എല്ലാ മനുഷ്യനുണ്ട്. എന്നാൽ മനുഷ്യനായിത്തീരുന്നത് അള്ളാഹുവിൻ്റെ ഉള്ളിൽ, അള്ളാഹിൻ്റെ റൂഹിൽ നിന്ന് നമുക്ക് പകർന്നു നൽകപ്പെട്ടപ്പോൾ മാത്രമാണ്. വലാകിൻ, പക്ഷേ അൽ ആലിബു മിൻ ബനിൽ ബഷർ, ആദം മനുഷ്യന്മാരിൽ നിന്ന് അധിക പേരും യകൂനു ഫി അസുലാബി ആബായിഹിം, അവർ അവരുടെ വാപ്പന്മാരുടെ മുതുകിൽ നിന്നും, വാറഹാം ഉമ്മഹാത്തിഹിം, അവരുടെ ഉമ്മമാരുടെ ഗർഭപാത്രത്തിൽ നിന്നാണ്. ഫയൻസിലു ഹാദർ റൂഹ്, എന്നിട്ട് അവരിലേക്ക് ഈ അള്ളാഹുവിൻ്റെ റൂഹ് ഊതപ്പെടുകയാണ്. അപ്പം വാപ്പന്മാരുടെ മുതുകിൽ നിന്നും ഉമ്മമാരുടെ ഗർഭപാത്രത്തിൽ നിന്നും ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടി ഒരു മൃഗീയമായ കുട്ടി പോലെയാണ്. പക്ഷെ ആ കുട്ടിയിലേക്ക് അള്ളാഹിൻ്റെ റൂഹ് ഊതപ്പെടുന്ന സമയത്താണ് അവൻ മനസ്സിലാകുന്നത്. വനഫഖ്തു ഫീഹി മിൻ റൂഹി എന്നുള്ള ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിട്ടില്ലേ, അള്ളാഹു ആദമിലേക്ക് അള്ളാഹിൻ്റെ റൂഹ് ഊതി കൊടുത്തു. അതേപോലെ എല്ലാ മനുഷ്യനിലേക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ എല്ലാ മനുഷ്യന്മാരിലും എന്തുണ്ട്, അവർക്ക് ആദ്യം ഒരു ശരീരം ഉണ്ടാവുന്നുണ്ട്. ആ ശരീരം പുരുഷൻ്റെ മുതുകിൽ നിന്നും സ്ത്രീയുടെ ഗർഭാശയത്തിൽ നിന്നുണ്ടാവുന്നതാണ്. ഇദാ നസല ഹാദർ റൂഹു, ഈ റൂഹ് അതിലേക്ക് പ്രവേശിച്ചാൽ, തമയ്യദൽ ഇൻസാനു മിൻ ജമീഇൽ മഖ്ലൂഖാത്തി ബിഹാദർ റൂഹ്, ഈ റൂഹ് കൊണ്ട് മനുഷ്യന്മാർ മുഴുവൻ മറ്റ് സൃഷ്ടികളിൽ നിന്നൊക്കെ മനുഷ്യൻ വ്യത്യസ്തമാക്കപ്പെടും. വഹാദ റൂഹു, ഇതേ റൂഹ് തന്നെയാണ് ദഖല ഫീ മറിയം ബിഐ വാസിതത്തി റിജാൽ, അതായത് ഓരോ മനുഷ്യന്മാരിലേക്കും പ്രവേശിപ്പിക്കപ്പെടുന്ന റൂഹുണ്ടല്ലോ, അള്ളാഹിൻ്റെ റൂഹ്, അത് തന്നെയാണ് ഒരു മനുഷ്യൻ്റെ മധ്യവർത്തി, ഒരു പുരുഷൻ ഇടപെടാതെ
മറിയം ബീവിയിലേക്ക് അള്ളാഹു പ്രവേശിപ്പിച്ചത്. സാധാരണ പുരുഷനും സ്ത്രീയും ഇടപെട്ടിട്ടാണ് കുട്ടി ഉണ്ടാവുന്നത്. ആ കുട്ടിയിലേക്ക് അള്ളാഹിൻ്റെ റൂഹ് ഊതുന്നതാണ്. എന്നാൽ മറിയം ബീവിൻ്റെ വിഷയത്തിൽ അവിടെ ഒരു പുരുഷൻ്റെ ഇടപെടൽ ഉണ്ടായില്ല. അള്ളാഹു നേരെ ഊതി. അപ്പോൾ ഹമലത്ത്, ആ റൂഹ് ഊതപ്പെട്ടപ്പോൾ ഹമലത്ത് ഈസ, മറിയം ബീവി ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഗർഭം ചുമക്കുകയും വദഅത്ത് ഫീഹീൻ, പെട്ടെന്ന് തന്നെ പ്രസവിക്കുകയും ചെയ്തു. മറിയം ബീവിൻ്റെ വിഷയത്തിൽ പ്രസവം എങ്ങനെയാണ് നടന്നതെന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു പറ്റം ഉലമാക്കൾ പറഞ്ഞു സാധാരണ രൂപത്തിൽ 10 മാസം ഗർഭം ചുമന്ന് അങ്ങനെ പ്രസവിച്ചതാണെന്ന്. ഒരു പക്ഷം ഉലമാക്കൾ പറഞ്ഞത്, അതിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ, അവർ പറഞ്ഞത് അല്ല, അവർ ഗർഭം ചുമന്ന ആ സമയത്ത് തന്നെ അവർ പ്രസവിച്ചിട്ടുണ്ടെന്ന്, കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ പ്രസവിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഇവിടെ പറയുന്നത്. ആ റൂഹ് ഊതപ്പെട്ട സമയത്ത് ആ ഉടൻ തന്നെ അവർക്ക് പ്രസവം സംഭവിച്ചു. ഫജാ ഈസ റൂഹൻ മഹലൻ, അപ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാം ശുദ്ധമായ റൂഹായി മാറി. അവിടെ എന്തുണ്ട്, മറ്റ് ആളുകൾക്ക്, മനുഷ്യന്മാർക്കൊക്കെ ശരീരമുണ്ട്, പുരുഷൻ്റെയും സ്ത്രീൻ്റെ ഇടപെടലുണ്ട്. ആ ഇടപെടലിൽ നിന്ന് പിന്നീടാണ് റൂഹ് ഊതപ്പെടുന്നത്. എന്നാൽ പുരുഷൻ്റെ ഇടപെടലില്ലാതെയാണ് മറിയം ബീവിയിലേക്ക് ഊതപ്പെട്ടത്. അതുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാമിൽ കൂടുതൽ റൂഹിയായ വിശേഷണങ്ങളാണുള്ളത്. ഫലിഹാദ അസറു റൂഹിഹി അക്സറു മിൻ തഅസീറു ബനി ബഷർ. ഈ ഒരു കാരണം കൊണ്ടാണ് മറ്റു മനുഷ്യന്മാരിൽ റൂഹിയായ വിശേഷണങ്ങൾ ഉള്ളതിനേക്കാളൊക്കെ എത്രയോ കൂടുതലായി റൂഹിയായ വിശേഷണങ്ങൾ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിലുള്ളത്. ഈസാ നബി അലൈഹി ഇസ്ലാമിൽ സാധാരണ മനുഷ്യന്മാർക്കുള്ളത് പോലല്ല, സാധാരണ മനുഷ്യന്മാർക്കുള്ളതിനേക്കാളൊക്കെ എത്രയോ റൂഹിയായ വിശേഷണങ്ങൾ അവിടത്തേക്കുണ്ട്. എന്തുകൊണ്ടാണ്? ഈ ഒരു പ്രത്യേകമായ രീതിയിൽ അവിടുന്ന് മടക്കപ്പെട്ടതുകൊണ്ടാണ്. ലിയാന്നഹും ലം യമുറു ഫീ അസ്ലാബി റിജാൽ, കാരണം പുരുഷന്മാരുടെ മുതുക് അവരൊരിക്കലും തൊട്ടിട്ടില്ല. ആ കാരണം കൊണ്ടാണത്. വലാമിൻ അർഹാമിൻ നിസ, അതുപോലെ സ്ത്രീകളുടെ ഗർഭപാത്രവും അവരെ ചുമന്നിട്ടില്ല. കാരണം ഇത് ഊതപ്പെട്ട ഉടനെ തന്നെ അവർ പ്രസവിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ സ്ത്രീകളുടെ ഗർഭപാത്രവും അവർ ചുമന്നിട്ടില്ല. ഇന്നമാ നസല റൂഹു വനഫിഖ ഫീ മറിയം, മറിയം ബീവി റളിയല്ലാഹു അൻഹയിലേക്ക് റൂഹ് ഊതപ്പെട്ടപ്പോൾ ഫഹമലത്ത്, ആ സമയം തന്നെ മറിയം ബീവി ഗർഭം ചുമക്കുകയും വദഅത്ത് ഫിൽഹീൻ, അപ്പം തന്നെ പ്രസവിക്കുകയാണ് ഉണ്ടായത്. ഇന്നല്ലാഹ തബാറക വ തആല, ഇനി ഈ ഒരു റൂഹിൻ്റെ ഈ കാര്യത്തെക്കുറിച്ച് ആയത്തിൽ ഷെയ്ഖ് അവർ വീണ്ടും ഇറങ്ങിച്ചെല്ലാണ്. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇന്നല്ലാഹു തബാറക തആല, അല്ലാഹു സുബ്ഹാനഹു തആല, കാന, അവൻ മുമ്പേ ഉള്ളവനാണ്, വലാ ഷൈഉൻ മഅഹു, അവൻ്റെ കൂടെ ഒന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു തആല മുമ്പേ ഉള്ളവനാണ്, അവൻ്റെ കൂടെ ഒന്നുമില്ല. വഹുവ അൽആനു അലാ മാ അലൈഹി കാൻ, അവൻ മുമ്പ് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ എപ്പോഴും ഉള്ളത്. നമ്മൾ അള്ളാഹുലേക്ക് യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്. അള്ളാഹു മുമ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെ എപ്പോഴും ഉള്ളത്. അതായത് അവൻ്റെ കൂടെ വേറൊന്നുമില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ മാത്രമേ ഒരാൾ അള്ളാഹ് എത്തിച്ചേരുള്ളൂ. ഇവിടെ വേറെന്തൊക്കെ ഉണ്ട്, വേറെന്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, വേറൊക്കെ എന്തൊക്കെയോ കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ അള്ളാഹിനെ അവർക്ക് സ്ഥിരപ്പെടുത്താൻ കഴിയില്ല. അതേസമയം അവന് അള്ളാഹിനല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല, മുമ്പ് എങ്ങനെയാണോ അള്ളാഹുള്ളത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും എന്ന് മനസ്സിലാക്കുന്നിടത്താണ് അള്ളാഹുലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ലമ്മ അറാദ ഇദ്ഹാറൽ വുജൂദി ഐറ വുജൂദിഹി, അള്ളാഹിൻ്റെ ഈ വുജൂദിന് പുറമെ അള്ളാഹു ഒരു വുജൂദ് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചപ്പോൾ, അള്ളാഹു മുമ്പ് എങ്ങനെയാണോ അപ്പം തന്നെ അതുപോലെ തന്നെ എപ്പോഴും ആ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിന് പുറമെ ഈ ഒരു അസ്തിത്വം കൊണ്ടുവരാൻ ഉദ്ദേശിച്ചപ്പോൾ തജല്ല ഫി ഹഖീഖത്തുൽ മുഹമ്മദിയ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹഖീഖത്തുൽ മുഹമ്മദിയയിൽ വെളിവായി. അള്ളാഹ് ഹഖീഖത്തുൽ മുഹമ്മദിയയിൽ വെളിവായി. ഫഹിയ അവ്വലു തജല്ലിൻ ബറസ ഫി ദാത്തിൽ അലിയ, ഈ ഹഖീഖത്തുൽ മുഹമ്മദിയാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും ഉന്നതമായ ജാത്തിൽ നിന്ന്, സത്തയിൽ നിന്ന് ആദ്യമായി പുറത്തു വന്നത്. അതും തജല്ലിയാണ്, ദാത്തല്ല എന്ന് മനസ്സിലാക്കണം. തജല്ലി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പേര് പോലെ സൂര്യനും വെളിച്ചവും പോലെ. വെളിച്ചം സൂര്യനിൽ നിന്നുള്ളതാണ്, പക്ഷേ വെളിച്ചം സൂര്യനല്ല.
അതേപോലെ അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് ഹക്കീക്കത്തുൽ മുഹമ്മദിയാണ്. അത് അള്ളാഹുവിൻ്റെ തജല്ലിയാണ്. അള്ളാഹുവിൻ്റെ ദാത്തിൽ നിന്ന് ആദ്യം വന്നത് ഹക്കീക്കത്തുൽ മുഹമ്മദിയാണ്. ഫലിഹാദ യഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ കാരണം കൊണ്ടാണ് സയ്യിദുൽ വജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അന മിനല്ലാഹ്, ഞാൻ അള്ളാഹുവിൽ നിന്നാണ്, വൽ മുഅ്മിനൂന മിന്നീ, മുഅ്മിനീങ്ങളൊക്കെ എന്നിൽ നിന്നാണ് എന്ന് ഹദീസിലുണ്ട്. അത് ഈ കാരണം കൊണ്ടാണ്. അള്ളാഹ് ആദ്യം എന്നെയാണ് പഠിച്ചത്, എൻ്റെ തജല്ലിയാണ് ആദ്യം ഉണ്ടായത്, എന്നിൽ നിന്നാണ് എല്ലാം ഉണ്ടായതാണ് എൻ്റെ അർത്ഥം. മറ്റൊരു ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വഹാസങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ലൗലാക മാ ഹലക്തു ഷൈഅൻ, അങ്ങേക്ക് വേണ്ടിയല്ലായിരുന്നുവെങ്കിൽ ഞാനിവിടെ ഒന്നും പടക്കില്ലായിരുന്നു. അതുപോലെ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, അന മിന്നൂരില്ല, ഞാൻ അള്ളാഹുവിൻ്റെ പ്രകാശത്തിൽ നിന്നാണ്, വൽ മുഅ്മിനൂന മിന്നൂരി, മുഅ്മിനീങ്ങളൊക്കെ എൻ്റെ പ്രകാശത്തിൽ നിന്നാണ്. മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട്, അന മിനല്ലാഹ്, ഞാൻ അള്ളാഹുവിൽ നിന്നാണ്, വൽ മുഅ്മിനൂന മിൻ റൂഹി, മുഅ്മിനീങ്ങളൊക്കെ എൻ്റെ ആത്മാവിൽ നിന്നാണ്, റൂഹിൽ നിന്നാണ്. ഹാദർ റൂഹു ഹുവൽ ഹഖീഖത്തുൽ മുഹമ്മദിയ്യ, ഈ റൂഹ് ഉണ്ടല്ലോ, അത് ഈ പറയപ്പെട്ട റൂഹ് അത് ഹഖീഖത്തുൽ മുഹമ്മദിയാണ്, മുഹമ്മദിയ യാഥാർത്ഥ്യമാണ്. സുമ്മിയ ഫി ഹദീസ് ബി അസ്മാ മിൻഹ, ഹദീസിൽ അതിനെക്കുറിച്ച് ഒരുപാട് അസ്മാകൾ, വ്യത്യസ്തമായ പേരുകൾ വന്നിട്ടുണ്ട്. അതിൽ പെട്ടതാണ് അന്നൂർ, ഹദീസിൽ നൂർ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ആദ്യം അള്ളാഹു എൻ്റെ പ്രകാശത്തെയാണ് സൃഷ്ടിച്ചത് എന്ന് വിശ്വാസങ്ങൾ പറഞ്ഞല്ലോ, അത് വിശ്വാസങ്ങൾ ആ ശരീരത്തിനെ പറ്റിയല്ല പറയുന്നത്, വിശ്വാസങ്ങൾ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. അതിലെ അപ്പോൾ ചില ഹദീസുകളിൽ നൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. മിൻഹ ദുർറത്തുൻ ബൈദാ, വെള്ള മുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വമിൻഹ റൂഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മിൻഹ മലക്ക് കറൂബി, ദൈവീകമായ ഒരു മലക്ക്. റൂബി എന്ന് പറഞ്ഞാൽ മലക്കുകളെ മുകളിൽ മലക്കിൻ്റെ സ്ഥാനത്തുള്ള മലക്ക് എന്ന് പറയുന്നൊരു, അങ്ങനെയും പറയപ്പെട്ടിട്ടുണ്ട്. മലക്കുൻ മുഹീതു ബി മലായിക്കത്തി, ആ മലക്കിൻ്റെ പ്രത്യേകത എന്താണ്? ആ മലക്കുകളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുന്നതാണ്. കമാ അന്നൽ മലായിക്കത്ത മുഹീതത്തുൻ ബി ബനി ബഷർ, ഏതുപോലെ മലക്കുകൾ മനുഷ്യന്മാരെ മുഴുവൻ പൊതിയുന്നത് പോലെ. അപ്പോൾ അതിനർത്ഥം എല്ലാ പ്രപഞ്ചത്തിനെയും പൊതിയുന്ന ഒരു ഏറ്റവും ഉന്നതമായ സൃഷ്ടി മലക്ക് എന്നും അതിന് വിശേഷിക്കപ്പെട്ടിട്ടുണ്ട്. വഹാദാ കുല്ലുഹു ഇബാറത്തുൻ അൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊക്കെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹഖീഖത്തിനെ സൂചിപ്പിക്കുന്നതാണ്. വദക്കറല്ലാഹു അന്നഹു ലമ്മ ഔജദ ആദം, അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്, ആദം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ നഫഖ ഫീഹി മിൻ റൂഹിഹി, അള്ളാഹു തആല അവനിൽ നിന്നുള്ള റൂഹിനിട്ട് കൊടുത്തു. ദാലിക റൂഹ്, ആ ഒരു റൂഹ് എന്ന് പറയുന്നത്, ആ ഒരു പ്രകാശം, ആ ഒരു ആത്മാവ്, അത് ഹുവ റൂഹ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ റൂഹാണ്. അപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു റൂഹ് ഇട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ റൂഹ് ആരുടെ റൂഹാ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ റൂഹാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ റൂഹാണ്. റൂഹിഹി, ആദം നബി അലൈഹി ഇസ്ലാമിലേക്ക് അള്ളാഹിൻ്റെ റൂഹിനെ അതിട്ടു എന്ന് പറഞ്ഞാൽ ആ റൂഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ഫലമ്മ ഖലഖ ഇബ്നു ആദമ മിൻ സുലാലത്തിൻ മിൻ മാഇൻ മഹീൻ, വളരെ താന്ന ഒരു വെള്ളത്തിൽ നിന്ന് ആദം നബി അലൈഹി സ്വലാമിനെ, ആദം സന്തതികൾ അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ, അപ്പോൾ ആദം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ ആദം നബിയിലേക്ക് ഊതപ്പെട്ട റൂഹ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ റൂഹാണ്. അതുപോലെ തന്നെ മനുഷ്യന്മാരെ മൊത്തത്തിൽ ഒരു ബീജത്തുള്ളിയിൽ നിന്ന്, വളരെ താന്നൊരു വെള്ളത്തിൽ നിന്ന് അവരെ അള്ളാഹു പടച്ചപ്പോൾ നഫഖ ഫീഹി മിൻ റൂഹിഹി, ഇതേ റൂഹ് തന്നെയാണ് അവരിലേക്ക് ഊതപ്പെട്ടത്. അതായത് അവർ ജീവൻ വെക്കുന്നത് റസൂലുള്ളാഹികളെ യാഥാർത്ഥ്യം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഓരോ മനുഷ്യനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാഥാർത്ഥ്യമുണ്ട്. റസൂലുള്ളാഹികളെ യാഥാർത്ഥ്യം ഇല്ലാത്തൊരു മനുഷ്യനും ഇല്ല. അതുകൊണ്ട് എല്ലാ മനുഷ്യന്മാരും ബഹുമാനിക്കപ്പെടേണ്ടതാണ് അടിസ്ഥാനപരമായി. കാരണം അവരിലൊക്കെ റസൂലുള്ളാഹികളെ യാഥാർത്ഥ്യം ഉണ്ട് എന്നുള്ള കാരണം കൊണ്ടാണ്. ആരും നിന്ദിക്കപ്പെടാൻ അർഹരല്ല. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, എന്നാൽ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ വിഷയത്തിൽ എന്താ സംഭവിച്ചത്? നഫിഖ ഫീഹി മിൻ റൂഹിഹി ഐദൻ, ഈസാ നബി അലൈഹി സ്വലാമിലേക്കും പ്രവേശിപ്പിക്കപ്പെട്ടത് ഈ റൂഹ് തന്നെയാണ്. വലമ്മ കാനത്തിൽ അർവാഹു ഫിൽ അസൽ സുഫൂഫൻ, അസൽ അതായത് സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്
ആലമുൽ അർവാഹിൽ വെച്ച് ഈ റൂഹുകളൊക്കെ ഇങ്ങനെ നിരത്തപ്പെട്ടപ്പോൾ, റൂഹുകൾ ഇങ്ങനെ വരി വരിയായി ഇങ്ങനെ നിരത്തപ്പെട്ടപ്പോൾ, കാന റൂഹു ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ റൂഹ് ആയിരുന്നു ഹുവല്ലദി യലി റൂഹ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുബാശറത്തൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹുമായി ഏറ്റവും അടുത്ത് നിന്നിരുന്ന റൂഹ് അത് ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ റൂഹായിരുന്നു. അപ്പോൾ ആലമുൽ അർവാഹിൽ ഇങ്ങനെ റൂഹുകൾ ഇങ്ങനെ നിരത്തപ്പെട്ടപ്പോൾ റസൂലുള്ളാഹിയുടെ റൂഹിനോട് ഏറ്റവും ചേർന്ന് നിന്നിരുന്ന റൂഹ് അത് ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ റൂഹായിരുന്നു. വലിഹാദ ലം യകുൻ ബൈനഹു വബൈനഹു നബിയ്യൻ. ഈ ഒരു കാരണം കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അതുപോലെ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെയും ഇടയിൽ ഒരു നബി ഇല്ലാതിരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന റൂഹായി ആലമുൽ അർവാഹിൽ മലക്ക് അജല് അള്ളാഹു അവരെ നിർത്തിയപ്പോൾ ആ കാരണം കൊണ്ടാണ് ഈ ലോകത്ത് വന്നപ്പോഴും ഈസാ നബി അലൈഹി സ്വലാമിന് ശേഷം ഒരു നബിയും ഇല്ലാതിരുന്നത്, വിശ്വാസങ്ങളല്ലാതെ. അവരുടെ ഇടയിൽ വേറെ ആരും വന്നില്ല. വലിഹാദ ലം യഅതി ബിവാസിതത്തി ആബായി. ഈ കാരണം കൊണ്ട് തന്നെയാണ് ഈസാ നബി അലൈഹി സ്വലാം വാപ്പന്മാരിലൂടെ വരാതിരുന്നതും അവരുടെ പിതാക്കന്മാരിലൂടെ വരാതിരുന്നത് ഈ കാരണം കൊണ്ടാണ്. ഇന്നമ അബൂഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ഉപ്പ യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ആത്മീയമായ പിതൃത്വമാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാമിനുള്ളത്. ഫഖാന ഈസ ഖവിയ്യൻ ബിഹാദൽ ഖുവ്വ. ഈ ഒരു ശക്തിയിൽ, ഈ റൂഹിൻ്റെ ശക്തിയിൽ ഈസാ നബി അലൈഹി സ്വലാം ഭയങ്കര ശക്തനായിരുന്നു. അഖ്സറമിൻ റൂഹി ഐരി. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യന്മാരിലെല്ലാവരിലും ആ ഹഖീഖത്തുൽ മുഹമ്മദിയൻ്റെ റൂഹ് തന്നെയാണ് പ്രവേശിപ്പിക്കപ്പെട്ടത്, എല്ലാവരിലും. എന്നാൽ ഈസാ നബി അലൈഹി സ്വലാമിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആ റൂഹ് വളരെ ശക്തിയുള്ളതായിരുന്നു. കാരണം അത് ഒരു പിതാക്കന്മാരിലൂടെ വന്നതല്ല എന്ന കാരണം കൊണ്ട്, നേരിട്ട് റസൂലുള്ളാഹിയുടെ നിന്ന് വന്നതാണ് എന്ന കാരണം കൊണ്ട്. അതുകൊണ്ട് തന്നെ അന്ന കുല്ല റൂഹിൻ തജറദ മിൻ അഗയാർ. എല്ലാ റൂഹും തജറദ മിൻ അഗയാർ, അല്ലാത്ത മറ്റുള്ളതിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കുന്ന എല്ലാ റൂഹുകളും. ഇസ്തഅല ബില്ലാഹി തബാറക വതആല, അള്ളാഹുൽ മുഴുകുന്ന റൂഹുകൾ. ഇതിപ്പോൾ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ അവസ്ഥ പറഞ്ഞതാണ്. എന്നാൽ മനുഷ്യന്മാരിൽ തന്നെ മറ്റുള്ള ആളുകളുണ്ടാവും, അവരല്ലാത്ത എല്ലാത്തിൽ നിന്നും ഒഴിവായവരായിരിക്കും, അള്ളാഹുൽ മാത്രമായി മുഴുകുന്നവരായിരിക്കും. അല്ലാത്ത ഒരു മുഴുകലും അവർക്കുണ്ടാവില്ല. എന്ത് വിഷയത്തിൽ അവർ ഇടപെടുന്നുണ്ടെങ്കിലും അത് അള്ളാഹുലായിട്ട് അവർ മാത്രം അവർ ഇടപെടുന്നുണ്ടാവുള്ളൂ. അവരല്ലാത്ത എല്ലാം ഒഴിവാക്കിയവരും അള്ളാഹുൽ മാത്രം മുഴുകിയവരുമാണ്. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. വഫനി അൻ വുജൂദിഹി, അവരുടെ സ്വന്തം വുജൂദിൽ നിന്ന്, സ്വന്തം അസ്തിത്വത്തിൽ നിന്ന് പൂർണ്ണമായി അവർ ഫനാ പ്രാപിച്ചവരായിരിക്കും, അവർ സ്വന്തത്തെ കാണാത്തവരായിരിക്കും. അതോടൊപ്പം വസ്തഅറഖ ഫി വുജൂദിൽ ഹഖ്, അതുപോലെ തന്നെ ഹക്കിൻ്റെ വുജൂദിൽ പൂർണ്ണമായി ലയിച്ചു ചേർന്നവരുമായിരിക്കും. അങ്ങനത്തെ ആൾക്കാരായിരിക്കും അവർ. അവർ തസറഫ ഫിൽ കായിനാത്ത്, അവർ ഈ പ്രപഞ്ചത്തിൽ തസറഫാത്തുകൾ നടത്തിക്കൊണ്ടിരിക്കും, കൈകാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. കല്ല ഔ കസർ, കുറഞ്ഞ രൂപത്തിലാണെങ്കിലും വലിയ രൂപത്തിലാണെങ്കിലും അവരുടെ റൂഹിൻ്റെ ശക്തിക്കനുസരിച്ച് അവർ കുറഞ്ഞ രൂപത്തിലോ വലിയ രൂപത്തിലോ ഒക്കെ കൈകാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഇത് എല്ലാ റൂഹുകളുടെയും പ്രത്യേകതയാണ്. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു കൊടുത്തതുപോലെ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ശക്തി കൊണ്ട് എന്തൊക്കെ സംഭവിച്ചു? ഈസാ നബി അലൈഹി സ്വലാം മരിച്ചവരെ ജീവിപ്പിക്കാറുണ്ടായിരുന്നു, രോഗികളെ ശിഫയാക്കാറുണ്ടായിരുന്നു, ജസ്റ്റും തൊട്ടാൽ മതി. ഈസാ നബി അലൈഹി സ്വലാം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു. എന്തൊക്കെയോ അത്ഭുതങ്ങൾ കാണിക്കാൻ തുടങ്ങി ബാഹ്യമായ പ്രപഞ്ചത്തിൽ. എന്തുകൊണ്ടാണ്? അവരുടെ റൂഹിൻ്റെ ശക്തി കൊണ്ടാണ്. ഇതുപോലെ തന്നെ മനുഷ്യന്മാർ അല്ലാത്ത അവരുടെ സ്വന്തം അസ്തിത്വത്തിൽ നിന്ന് ഫനാ പ്രാപിക്കുകയും അള്ളാഹുവിൻ്റെ ദാത്തിലും അവൻ്റെ സിഫാത്തിലും അസ്മായിലും ഒക്കെയായി അള്ളാഹിൻ്റെ ഖലീഫയിലായി നിലനിൽക്കുകയും അള്ളാഹുലായി മുഴുകി നിൽക്കുകയും അല്ലാത്ത എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുകയും ചെയ്ത അവസ്ഥയിലായി നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ആ മുഴുകി നിൽക്കുന്നതിൻ്റെ തോതനുസരിച്ച്, അവരുടെ ആ ഒരു ലയനത്തിൻ്റെ തോതനുസരിച്ച് അവർക്ക് തസറുഫാത്തുകൾ നടത്താൻ കഴിയും. അവരുദ്ദേശിക്കണം നിർബന്ധമൊന്നുമില്ല, അവരിലൂടെ ആ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. മനസ്സിൽ കരുതിയാൽ ആ കാര്യങ്ങൾ മറ്റെടുത്ത് നടക്കും.
അവർ ചിന്തിച്ചാൽ ആ സംഭവങ്ങൾ നടക്കും. അവരെ കൊണ്ട് അവരുടെ വാക്കുകൾ അസറുള്ളതാവും, സംസാരങ്ങൾ അസറുള്ളതാവും, അതിനൊക്കെ എഫക്റ്റുകൾ വരാൻ തുടങ്ങും. അവർ ഉദ്ദേശിക്കണമെന്നില്ല, അവർ പോകണമെന്നില്ല, എല്ലാം അതുകൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കും പ്രപഞ്ചത്തിൻ്റെ ഓരോ കൈകാര്യങ്ങളും അവരുടെ മുകളിൽ നിക്ഷിപ്തമാവും, അവരറിഞ്ഞാലും ഇല്ലെങ്കിലും. എല്ലാവർക്കും അത് അറിയാൻ നിർബന്ധമാണെന്നില്ല, അവരറിയണമെന്നില്ല. എന്നാൽ പ്രപഞ്ചം അവർക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് റൂഹിയായി പിന്നെ എല്ലാവർക്കും ഉണ്ടാവുന്ന വിശേഷണങ്ങളാണ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നാൽ എന്ന്. അതുകൊണ്ട് തന്നെയാണ് മശായിഖന്മാർ അവർക്ക് വ്യത്യസ്തമായ അള്ളാഹു അവരുടെ ആ ശരീരത്തിൽ അവർ നിലനിൽക്കുമ്പോൾ, അവർ ആ ശരീരത്തിൽ ശരീരം കൊണ്ട് ചെയ്യേണ്ടതായ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുമ്പോൾ, അള്ളാഹു ഒരു മനുഷ്യന് അള്ളാഹുവിൻ്റെ അബുദായി നിൽക്കുമ്പോൾ അവന് 24 മണിക്കൂറല്ലേ ഉണ്ടാവുള്ളൂ. 24 മണിക്കൂറിൽ അവൻ്റെ ആ ബോധ്യത്തിലെ നിലനിൽക്കുന്ന സമയത്ത് അവന് പലതും മിസ്സാവും. ആ മിസ്സായതിനെ അള്ളാഹു അവന് പകരം കൊടുക്കും, പകരം നിർത്തും. എങ്ങനെ പകരം നിർത്തും? ചിലപ്പോൾ അള്ളാഹു അവന് വ്യത്യസ്ത ശരീരങ്ങൾ നൽകിയിട്ട് അതിന് പകരാക്കും. മറ്റുള്ള അദ്ദേഹത്തിൻ്റെ ശരീരം ഇവിടെ ഉണ്ടെങ്കിലും വേറെ ശരീരങ്ങൾ അള്ളാഹു നൽകിയിട്ട് അതിന് പകരാക്കും. അല്ലെങ്കിൽ മറ്റുള്ള ശരീരങ്ങളിലൂടെ അള്ളാഹു ഇദ്ദേഹത്തിനെ വെളിവാക്കും. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും എല്ലാത്തിലൂടെയും അവൻ്റെ ഇച്ഛകൾ അള്ളാഹു നടപ്പിലാക്കി കൊടുക്കും. കാരണം എന്തുകൊണ്ട്? അവൻ ഈ ശരീരത്തിനോട് ചെയ്യേണ്ട നീതി പുലർത്തി. ഈ ശരീരത്തിൽ അള്ളാഹു അവന് വെച്ച ഈ ശരീരം കൊണ്ട് അവൻ അള്ളാഹുൽ മൊയ്യുന്ന അവസ്ഥ ഉണ്ടാക്കി. ആ കാരണം കൊണ്ട് മറ്റ് കാര്യങ്ങളൊക്കെ അള്ളാഹു ഏറ്റെടുക്കും. ഇതൊക്കെ അള്ളാൻ്റെ ഔലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമുക്ക് അറിയപ്പെട്ട കാര്യങ്ങളാണ്. ഈസാ ലമ്മ ഖാന അക്വാഹും, ഈസാ നബി അലൈഹി സ്വലാം ആ വിഷയത്തിൽ വളരെ ശക്തനായ ആളാണ്. വഖ്റബുഹും ഇലാ റൂഹ് മുഹമ്മദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൂഹുമായി ഏറ്റവും അടുത്ത ആളുമാണ്. വഅഖല്ലഹും മലാബസത മഅൽ അശിയ, അതുകൊണ്ട് തന്നെ മഹാനവറുകൾ സൃഷ്ടികളുമായിട്ടുള്ള ഇടപഴകൽ വളരെ കുറവായിരുന്നു. മഹാനവറുകൾക്ക് കൂടുതലും ഈ റൂഹിയായ വിശേഷണങ്ങളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. സൃഷ്ടിയായിട്ടുള്ള ബന്ധപ്പെടുന്നതിൽ വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെയാണ് മഹാന്മാരായ ആരിഫീങ്ങളും അവർക്ക് സൃഷ്ടികളുമായുള്ള അവരുടെ ഇടപഴക്കം അവരെ നിർബന്ധിപ്പിക്കപ്പെടുന്നതുകൊണ്ടാണ് അവരെ ഇടപഴകുന്നത്. അവരോട് കൽപ്പിക്കപ്പെട്ടതുകൊണ്ട്, അവർ ചെയ്യേണ്ടതാണെന്നുള്ളതുകൊണ്ട്. അല്ലാത്ത ഇടപഴക്കങ്ങളൊക്കെ അവർ കുറക്കും. കാരണം അവർക്ക് മറ്റേ ഇടപഴകങ്ങളൊന്നും ഇതില്ല, കാര്യമില്ല എന്ന് മനസ്സിലാക്കും. അപ്പോൾ ആക്കല്ലഹും മലാബിസുമൻ മാൽ അഷിയ, അതുകൊണ്ട് വസ്തുക്കളുമായിട്ടുള്ള അവിടെ ഇടപഴക്കങ്ങൾ അവർ പരമാവധി കുറക്കും. ആ ഇടപഴക്കങ്ങളിലേക്ക് മഹാനവറുകൾ പോയില്ല. കാന തഅസീറു റൂഹി അഅ്ളമു മിൻ തഅസീർ റൂഹി ഐരി, അതുകൊണ്ടാണ് മഹാനവറുകളുടെ വിശേഷണം മറ്റുള്ളവരുടെ വിശേഷണങ്ങളിൽ നിന്ന് ഏറ്റവും വലുതായി, മറ്റുള്ള റൂഹുകളുടെ വിശേഷണങ്ങളിൽ നിന്ന് ഏറ്റവും വലുതായത്. അതായത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ റൂഹിൻ്റെ വിശേഷണം മറ്റുള്ള റൂഹിൻ്റെ വിശേഷണങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. മറ്റുള്ളവർക്കൊക്കെ റൂഹിയായ വിശേഷണങ്ങൾ ഉണ്ടെങ്കിലും അതിനേക്കാളൊക്കെ അത് മുന്തി നിൽക്കുന്ന ഒരു വിശേഷണമായിരുന്നു ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാമിനുണ്ടായിരുന്നത്. കാരണം അത് കൂടുതലും റൂഹിലേക്ക് ചേർന്ന് നിൽക്കുന്നതും ജസദുമായി കണക്ഷൻ കുറഞ്ഞതും ആയ കാരണം കൊണ്ടാണ്. എന്നാലും വലൈസ ഇല്ലാ ജുസുഉം മിൻ റൂഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ അതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹിൽ നിന്നുള്ള ഒരു കഷ്ണം മാത്രമാണ്, ചെറിയൊരു ഒരു ഭാഗം മാത്രമാണ്. അല്ലാതെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാമിന് സെപ്പറേറ്റായി ഒരു വലിയൊരു മഹത്വം ഈ വിശ്വാസങ്ങൾക്കില്ലാത്തൊരു മഹത്വം ഉണ്ടെന്നല്ല. വിശ്വാസങ്ങളുടെ മഹത്വത്തിന് ചെറിയൊരു കഷ്ണം മാത്രമാണ്. കാരണം ഈസാ നബി അലൈഹി സ്വലാം അങ്ങനെ ആയിത്തീർന്നത് ഈസാ നബി അലൈഹി സ്വലാമിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാഥാർത്ഥ്യം നിക്ഷേപിക്കപ്പെട്ടത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് അവരങ്ങനെ ആയിത്തീർന്നത്. അതിൽ കൂടുതൽ മുഴുകാൻ കാരണം വിശ്വാസങ്ങൾ കാരണമാണ്. കദാലിക ജിബ്രീൽ സുമ്മിയ റൂഹൻ, അതുപോലെ തന്നെയാണ് ജിബ്രീൽ അലൈഹി സ്വലാമും ജിബ്രീൽ അലൈഹി സ്വലാമിനെ റൂഹ് എന്ന് വിളിക്കപ്പെടുന്നത് ഈ കാരണം കൊണ്ടാണ്. വഹുമിൻ റൂഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ അലൈഹി സ്വലാമും യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ് തന്നെയാണ്. മലായിക്കത്തുകളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ റൂഹാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാം. അതുപോലെ തന്നെ മനുഷ്യന്മാരുടെയും മലക്കുകളുടെയും ഇടയിൽ നിൽക്കുന്ന ഒരു അസ്തിത്വത്തിൻ്റെ വിശ്വാസങ്ങളുടെ റൂഹാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം. എന്നാൽ ഇത് മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൂഹിൻ്റെ ഭാഗമാണ്. ഈസാ നബി അലൈഹി സ്വലാമിനെ തന്നെ കുറിച്ച് പറയാണ്, വലമ്മ കാന വലതു സിറു അബി. ഇപ്പോൾ ഇവിടെ ഈസാ നബി അലൈഹി സ്വലാമിനെ വധിച്ച സമയത്ത് അവർ യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹി സ്വലാമിനെ വധിച്ചിട്ടില്ല
അവർക്ക് രൂപത്തെയാണ് അവർ വധിച്ചത് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് പറയാണ്, വലമ്മ വലമ്മ കാന വലത സിറാബി, ഒരു മകൻ വാപ്പൻ്റെ രഹസ്യമാണ്. വാപ്പൻ്റെ രഹസ്യമാണെന്ന് പറഞ്ഞാൽ വാപ്പൻ്റെ സാദൃശ്യത്തിലായിരിക്കും മകനുണ്ടാവുക. എപ്പോഴും വാപ്പ എങ്ങനെയാണ് അതുപോലെ ആയിരിക്കും മകനുണ്ടാവുക. കാന മിൻ ഹക്ക് ഈസ അലൈഹിസ്സലാം അയ്യക്കൂൻ റൂഹാനിയൻ, ഈ കാരണം കൊണ്ട് ഈസാ നബി അലൈഹി സ്വലാം റൂഹായിരിക്കണം. കാരണം ഈസാ നബി അലൈഹി സ്വലാമിലേക്ക് പ്രവേശിക്കപ്പെട്ട വാപ്പ എന്ന് പറഞ്ഞാൽ പ്രശ്വാസങ്ങളാകുന്ന റൂഹാണ്. പ്രശ്വാസങ്ങളുടെ ഹക്കീക്കത്താവുന്ന റൂഹാണ് ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ഉമ്മയിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടത്. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം വാപ്പയാണ്. മക്കൾ വാപ്പൻ്റെ രഹസ്യം എന്ന് പറയുമ്പോൾ, അതായത് മക്കൾ വാപ്പനെ പോലെയാണെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹി സ്വലാം ഒരു റൂഹിനെ പോലെ ആയിരിക്കണം, റൂഹാനി പോലെ ആയിരിക്കണം. ലാ യദ്ഹുർ ലഹു ജിസ്മ, അവർക്കൊരു ശരീരം ഉണ്ടാവരുതല്ലോ. ലാക്കിൻ ബിഹൈസു അന്നഹു നുഫിഹർ റൂഹു, പക്ഷേ അപ്പം നമുക്ക് ചോദ്യം ഉണ്ടാവില്ല, അപ്പോൾ ഈസാ നബിയിലേക്ക് റൂഹ് മാത്രം ഊതപ്പെട്ടത്, പെട്ടെന്ന് പ്രസവിക്കുകയും ചെയ്തു. അങ്ങനെ വന്ന സമയത്ത് അത് ശരിക്കും റൂഹിയായ രൂപമാണല്ലോ ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ രൂപമല്ലല്ലോ ഉണ്ടാവേണ്ടത് എന്ന് നമുക്ക് ഡൗട്ട് ഉണ്ടാവുമല്ലോ. അവിടെയാണ് ആ ഒരു കാര്യത്തിനാണ് ശൈഖുകൾ മറുപടി തരുന്നത്. ലാക്കിൻ ബിഹൈസ് അന്നഹു നുഫിഹർ റൂഹു ഫി മറിയം ബീവിയിലേക്ക് ഈ റൂഹ് ഊതപ്പെട്ട സമയത്ത് മറിയം ഇൽതസത്ത് ബിഹാദിഹിൻ നഫഹ്, ഈ റൂഹ് ഊതപ്പെട്ട അവസ്ഥയിൽ മറിയം ബീവിക്ക് ഒരു ആസ്വാദനം ഉണ്ടായി. ഇത് സ്ത്രീകൾക്ക് ഇണചേരുന്ന സമയത്ത് അവർക്ക് ആസ്വാദനം ഉണ്ടാവുന്നത് പോലെയുള്ള ഒരു ആസ്വാദനം മറിയം ബീവിക്ക് ഈ റൂഹ് ഊതപ്പെട്ട സമയത്ത് അവർക്ക് ഉണ്ടായി. ഫനസല, ഇങ്ങനെ ഇബ്നു അറബി തങ്ങളുടെ ഒക്കെ വിശദീകരണത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. മഹാനവറുകൾ ബഹുമാനപ്പെട്ട മറിയം ബീവിയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം റൂഹ് ഊതാൻ വേണ്ടി വന്നപ്പോൾ ഈ റൂഹ് ഊതുന്ന സമയം മറിയം ബീവി അതിനെ നിരസിച്ചു എന്ന്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രൂപത്തിലായി വന്നു എന്ന്. പ്രസ്വാസങ്ങളെ കണ്ടിട്ടാണ് മറിയം ബീവി അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ റൂഹ് ഊതപ്പെട്ടപ്പോൾ അതിൻ്റെ ഒരു ആസ്വാദനം മറിയം ബീവിക്ക് ഉണ്ടായിരുന്നു. ആ ആസ്വാദനം ഉണ്ടായപ്പോൾ ഫനദല മിൻഹു മനീയൻ കസാ ഇരൻ നിസ, പെണ്ണുങ്ങൾക്ക് ഉണ്ടാവുന്നത് പോലെ മനീ അവർക്കും പുറപ്പെട്ടു. മിൻ മനീ മറിയം ബുനിയ ജസദ ഈസ, അങ്ങനെ മറിയം ബീവിൽ നിന്നുണ്ടായ മനിയിൽ നിന്നാണ് ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ശരീരം ഉണ്ടായത്. ലൗലാ ദാലിക ലകാന റൂഹാനിയൻ ലൈസ ലഹു ജസദൻ, ആ മനി ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ, മറിയം ബീവിക്ക് ആസ്വാദനവും അതുകൊണ്ടുണ്ടാവുന്ന ഈ മനിയും ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ ഈസാ അലൈഹി സ്വലാം ഒരു റൂഹ് മാത്രമായി മാറുമായിരുന്നു. അവർക്ക് ശരീരം ഉണ്ടാവില്ലായിരുന്നു. ഇനി പറയുന്ന ഭാഗം ശ്രദ്ധിക്കാം. വലമ്മ കാനൽ വലതു ഗാലിബൻ, കാരണം ഒരു കുട്ടി എന്തായിരിക്കും, യുഷ്ബിഹു മാ യുഷാഹിദുഹുൽ മർഅതു ഹാലൽ വിഖാഇ, ഒരു പെണ്ണുമായി ഇണചേരുന്ന സമയത്ത് ആ പെണ്ണ് എന്താണോ സാക്ഷ്യം വഹിക്കുന്നത്, ആ സാക്ഷ്യം വഹിക്കുന്നതിനോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കും ഒരു മകൻ്റെ രൂപമെന്ന് പറയുന്നത്. ആ ഇണചേരുന്ന സമയത്ത് പെണ്ണെന്താണോ സാക്ഷ്യം വഹിക്കുന്നത്, പെണ്ണെന്താണോ കാണുന്നത്, ആ കാണുന്നതിൻ്റെ രൂപമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് ശബഹ ഈസ ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ രൂപത്തിലാണ് ഈസാ നബി അലൈഹി ഇസ്ലാം വെളിവായത്. ജിബ്രീൽ അലൈഹി ഇസ്ലാം അപ്പം വെളിവായ രൂപമുണ്ടല്ലോ, ആ രൂപത്തിനെയാണ് മറിയം ബീവി കണ്ടത്. ആ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രസവിച്ചത്. അപ്പോൾ ആ രൂപമാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ രൂപമാണ്, അപ്പോൾ വെളിവായ രൂപമാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിന് ഉണ്ടായത്. അപ്പോൾ ഇത് പെണ്ണുങ്ങൾ ആണുങ്ങളുമായി ഇണചേരുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന അവരുടെ ഇമാജിനേഷനിൽ കൊണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു അറബി റളിയല്ലാഹു അൻഹു തങ്ങളൊക്കെ ഈ വിഷയങ്ങളൊക്കെ വിശദീകരിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു സമയത്ത് ഇമാജിനേഷന് ഭയങ്കര ശക്തി ഉണ്ടെന്ന്, സാധാരണ ഒരു ശക്തിയല്ല. എന്താണോ ആ സമയത്ത് കരുതുന്നത്, ആ ഇമാജിനേഷൻ അല്ലാഹു അങ്ങനെ തന്നെ കൊണ്ടുവരും ആ കുട്ടിയിലേക്ക്. അതുകൊണ്ട് തന്നെയാണ് നല്ല അവസ്ഥയിലായിട്ട് മാത്രമാണ് നമ്മൾ ഭാര്യമാരുമായി ഇണചേരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്.
നമ്മൾ മോശപ്പെട്ട അവസ്ഥയിലാണ് ഇണചേരുന്നതെങ്കിൽ, അവരും മോശപ്പെട്ട അവസ്ഥയിലാണുള്ളതെങ്കിൽ, എന്താണോ നമ്മൾ അവരെ അവിടെ കൊണ്ടുവന്ന ആ ഒരു ഇമാജിനേഷൻ അത് ആ കുട്ടിയിലേക്ക് പകർത്തപ്പെടും. പിന്നെ നമ്മൾ ആ കുട്ടീനെ എത്ര നന്നാക്കാൻ ശ്രമിച്ചിട്ടും കാര്യം ഉണ്ടാവില്ല, കുട്ടി നന്നാവില്ല. കാരണം നമ്മൾ അതിനെ കൊണ്ടുവന്ന ആ സമയത്ത് കൊണ്ടുവന്ന ഇമാജിനേഷൻ ആ രൂപത്തിലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഹറാമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇണചേരുന്നത്, അതിൻ്റെയൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. എന്തായിരിക്കും നമ്മൾ കുട്ടികളുടെയൊക്കെ അവസ്ഥ അങ്ങനെയൊക്കെ ആണെങ്കിൽ? അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇനി അങ്ങനെയൊക്കെ എന്തെങ്കിലും കുട്ടികളൊക്കെ അങ്ങനെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ, ശൈഖ് അഹമ്മദ് തിജാനി തങ്ങൾ പറഞ്ഞല്ലോ, വ്യഭിചാരത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ വരെ ആഹിർ ജമാഅത്തിൽ വർദ്ധിക്കും. പക്ഷേ ആ വ്യഭിചാരത്തിലുണ്ടായ കുട്ടികളാണെങ്കിൽ പോലും കുത്തുബിൻ്റെ ജമാഅത്തിൽ വന്നാൽ അവർ രക്ഷപ്പെടും. അള്ളാഹു നമ്മളെയും നമ്മളെ മക്കളെയും ഒക്കെ ഈ ഒരു കാരണം കൊണ്ട് രക്ഷപ്പെടുത്തട്ടെ. നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെങ്ങനെയാണോ, ഏതവസ്ഥയിലാണോ ഇണചേരുന്നത്, എന്താണോ നമ്മൾ ആ സമയത്ത് നമ്മളെ ഓർമ്മയിൽ കൊണ്ടുവരുന്നത്, എന്താണ് നമ്മളതിൽ കാണുന്നത്. ഉദാഹരണം പറയാം, നമ്മൾ ആ സമയത്ത് നമ്മളെ ശൈഖിനെ കാണുന്നു, ആ സമയത്ത് നമ്മൾ നല്ല കാഴ്ചകൾ, സ്വർഗീയമായ കാഴ്ചകൾ കാണുന്നു, ആ സമയത്ത് നമ്മൾ പരിശുദ്ധമായ ഖുർആനെ കാണുന്നു, അള്ളാഹുവിൻ്റെ ദിക്റിനെ കൊണ്ടുവരുന്നു, നല്ല നല്ല കാര്യങ്ങൾ ഓർക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളെ കുട്ടികളും അതിനോട് സാദൃശ്യമുള്ളതായിത്തീരും. എല്ലാം നമ്മൾ ആ സമയത്ത് വേറെന്തൊക്കെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ ആ കൊണ്ടുവരുന്നതിനോടെ പോലെ ആയിരിക്കും നമ്മൾ കുട്ടി ഉണ്ടാവുക. ഏതുവരെ നമ്മൾ കൊണ്ടുവരുന്ന ആളുടെ മുഖം വരെ ആ കുട്ടിക്ക് ഉണ്ടാവുന്നു. അതിനൊരു ഉദാഹരണം പറയുകയാണ് ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു തങ്ങൾ. ജാ റജുലുൻ ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അടുത്തേക്ക് വന്നു. ഖാല, അദ്ദേഹം പറഞ്ഞു, അന റജുലുൻ അബിയദ്, ഞാൻ എൻ്റെ നിറം വെള്ള കളറാണ്. വഇമ്രാത്തി ബൈദാ, അതുപോലെ തന്നെ എൻ്റെ ഭാര്യയും വെള്ള നിറമാണ്. വഖറജ ലനാ വലദുൻ അസ്വദു ലൈസ മിന്നി, പക്ഷേ എനിക്കുണ്ടായ കുട്ടി എന്താണ്, കറുത്തിട്ടാണ്. അതുകൊണ്ട് എൻ്റെ കുട്ടിയല്ല. അപ്പോൾ നമ്മൾ പറയലുണ്ടോ, കുട്ടി എന്നെ പോലെ അല്ല, ഭാര്യനെ പോലെ അല്ല, അതുകൊണ്ട് എൻ്റെ കുട്ടിയല്ല എന്ന് പറയുമല്ലോ. അതേപോലെ ഇവർ രണ്ടുപേരെ നിറവും കുട്ടിക്ക് കിട്ടിയില്ല, കുട്ടിക്ക് വേറെ ഏതോ നിറം കിട്ടി, അതുകൊണ്ട് അവരെ പോലെ അല്ല. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൽ ഇൻദകും മിൻ ഇബിൽ, നിങ്ങളുടെ അടുത്ത് ഒട്ടകമുണ്ടോ, നിങ്ങളുടെ അടുത്ത് അവിടെ ഒട്ടകമുണ്ടോ? കാല നാം, ഉണ്ട്. ഹൽ ഫിഹ അസ്വദ്, അതിൽ കറുത്ത ഒട്ടകമുണ്ടോ? കാല നാം, അതുണ്ട്. കാൽ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നസഅഹു ഇർഖുൻ മിൻ ദാലിക്കൽ ജമലു അസ്വദ്. അപ്പോൾ എന്തായിട്ടുണ്ട്, ആ കറുത്ത ഒട്ടകം ഉണ്ടായിട്ടുണ്ടാവും. ആ കറുത്ത ഒട്ടകം അവരുടെ മുൻകാലത്തുള്ള ഏതോ തലമുറയിലുള്ള ഒരാളെ വലിച്ചു കൊണ്ടുപോകുന്നതായിരിക്കും അവരിലേക്ക്. ആ മുൻകഴിഞ്ഞ കാര്യത്തിൽ എന്തോ ഒന്നിനെ അതിലേക്ക് കൊണ്ടുവന്നതായിരിക്കാം, ഉണ്ടാവാം. അതായത് നമ്മളുടെ ഒരു ഭാര്യക്കും ഭർത്താവിനും അവരെപ്പോലെ അല്ലാത്ത കുട്ടി ഉണ്ടാവാം, അവരുമായിട്ട് ഒരു ചേർച്ചയില്ലാത്ത കുട്ടി ഉണ്ടാവാം. എന്തുകൊണ്ടാണ്? അതേതോ അവരുടെ ആ സമയത്തുള്ള ഇമാജിനേഷൻ അവരേതിലേക്ക് കണക്ട് ചെയ്യുന്നു, അവരേത് സ്രോതസ്സിലേക്ക് കണക്ട് ചെയ്യുന്നു, ആ കണക്ട് ചെയ്യുന്നതിൽ നിന്ന് അവർക്ക് കുട്ടികളുണ്ടാവാം. അതുകൊണ്ട് നമ്മൾ ആരെപ്പറ്റിയും പറഞ്ഞു പോയരുത്, ഈ കുട്ടി ഓൻ്റെ അല്ല എന്നാണ് തോന്നുന്നത്, കണ്ടില്ലേ, രൂപം കണ്ടില്ലേ, അങ്ങനെ പറയാൻ പാടില്ല. കാരണം അങ്ങനെ സംഭവിക്കാൻ പറ്റാത്തൊന്നുമില്ല. ഫഅല ദാലിക, ഈ കാരണം കൊണ്ടാണ്, ഫഅല ഹാദ, ഈ കാരണം കൊണ്ടാണ്, യഅതി ശബഹു ബിമുജറദി റുയൽ മർഅത്തിൽ ഷൈഇൻ. അപ്പോൾ ഒരു പെണ്ണ് ഇണചേരുന്ന സമയത്ത് എന്തിലേക്കാണോ നോക്കുന്നത് അതുപോലെ ആയിരിക്കും, ആ കോലത്തിലായിരിക്കും കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞത് ഈ കാരണം കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത്, ഇണചേരുന്ന സമയത്ത് മാത്രമല്ല, ഇപ്പോൾ ഗർഭം ധരിച്ച് ഗർഭിണിയായി നിൽക്കുന്ന കാലഘട്ടത്തിൽ, ഈ സമയത്തൊക്കെ പെണ്ണുങ്ങൾ എങ്ങനെയാണ്, എന്താണ് അവരുടെ ചിന്തകളിൽ വരുന്നത്, അതാണ് അവർക്ക് കുട്ടികൾ കൊടുക്കുന്ന ഭക്ഷണം, അവരങ്ങനെ ആക്കി തീർക്കുന്നതാണ് അവർ. അപ്പോൾ അവർ അള്ളാഹിനെക്കുറിച്ച് ചിന്തിക്കുന്നു, ഖുർആൻ ഓതുന്നു, അവർക്ക് നല്ല തവക്കുലുണ്ടാവുന്നു. ഇപ്പോൾ അള്ളാഹിനെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമേ ഉള്ളൂ, ദിക്റിലും സലാത്തിലും മുഴുകാണ്, ടെൻഷനുകളൊന്നുമില്ല. ഇപ്പോൾ അള്ളാഹിൽ തവക്കുലാക്കിയിട്ടും അങ്ങനെ യാത്ര ചെയ്യണം. മാത്രമല്ല അവർ കാണുന്ന കാഴ്ചകളൊക്കെ, ചില മഹത്തുക്കൾ പറഞ്ഞ് കാണാം, അവർ റൂമിൻ്റെ ചുറ്റുഭാഗവും നല്ല കാഴ്ചകൾ കൊണ്ട്, നല്ല പച്ചപ്പ് കൊണ്ട്, നല്ല ശബ്ദങ്ങൾ കൊണ്ട്, നല്ല നിറങ്ങൾ കൊണ്ട് അലങ്കരിക്കുക. അതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുക, അതിലൂടെ ഇങ്ങനെ നല്ല റാഹത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക, നല്ല ഡ്രസ്സ് ധരിക്കുക, അതിലൂടെ നല്ല സൗന്ദര്യത്തിൽ നടക്കുക.
അപ്പോൾ അതിലൂടെയൊക്കെ അവരെ തന്നെ കാണുകയാണല്ലോ. ഈ കാഴ്ചകൾ ഇതൊക്കെ ആ കുട്ടീനെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിനനുസരിച്ചാണ് ആ കുട്ടി മാറുക. നമ്മളെങ്ങനെയാണോ ചിന്തിക്കുന്നത്, എങ്ങനെയാണോ പിന്നെ നമ്മുടെ ആത്മീയമായ ഹാല്, എങ്ങനെയാണോ ഭൗതികമായ നമ്മളെ സിറ്റുവേഷൻ, അതിനനുസരിച്ചാണ് കുട്ടിയും പരിവർത്തിക്കപ്പെടുക. അപ്പോൾ നമ്മളിത് എപ്പോഴും ശ്രദ്ധിക്കണം. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും അവരെ ചേരുന്ന ഒരു ഘട്ടം മുതൽ പ്രസവിക്കുന്ന ഘട്ടം വരെ അവരുടെ ഹാലിനെ ബാഹ്യമായോ ആന്തരികമായോ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കണം. അതിൽ കറക്ഷൻ വരുത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ ആകുമ്പോൾ കുട്ടികളും ആ രൂപത്തിലായി മാറും. മറ്റൊരു ഉദാഹരണം പറയുകയാണ് ഷെയ്ഖ്. കാനത്തിൽ ഇമ്രാത്തു യുവാക്യൂഹ ദൗജുഹ. ഒരു പെണ്ണുണ്ടായിരുന്നു. അവൾ പിന്നെ അവരുടെ അവരുടെ ഭർത്താവുമായി ചേർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വഹിയ തന്തുർ ഇല ദുബൈനി ഇഹ്തലത ബൈന യദൈഹ. അവരുടെ മുമ്പിൽ അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, 2 കരടികൾ ചേരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പെണ്ണ് ആ കരടിനെ ചേരുന്ന കരടിനെ നോക്കി നിൽക്കുകയായിരുന്നു. അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിച്ചത്? വജാ അൽ വലദു ബി അർബ ഖവായിം വ അർബ അയ്യുൻ. അങ്ങനെ പിന്നെ ആ പ്രസവിച്ച കുട്ടി എന്താ ഉണ്ടായത്? 4 കാലുള്ള 4 കണ്ണുള്ള ഒരു കുട്ടിയാണ് ഉണ്ടായത്. കരടിനെ പോലായി മാറിയ കുട്ടിയെന്ന്. ഷിബഹുമാ കാനത്ത് തന്തുർ ഹാലൽ മൊവാഖഅതി. അവർ ആ ചേരുന്ന സമയത്ത് എന്താണോ നോക്കിയത് അതിനെ താരതമ്യം ചെയ്യുന്ന രൂപത്തിലേക്കായി. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഈ ഹറാമ് കണ്ടുകൊണ്ട് ചേരുന്നതൊക്കെ എന്തായി ഒരു വ്യാപകമായി തുടങ്ങി. അപ്പോൾ അതൊക്കെ ഭാര്യയും ഭർത്താവും തമ്മിലല്ലേ, ഹറാമ് കുഴപ്പമില്ല എന്ന രൂപത്തിൽ കാണുന്ന ഘട്ടം വന്നുപോയി. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? അവരെന്താണോ കാണുന്നത് ആ ചിന്തയൊക്കെ അതിലേക്കാവുമല്ലോ. എന്താണോ കാണുന്നത് ആ കാണുന്നത് പോലെ ആയിരിക്കും അവർ കുട്ടികളുണ്ടാവുക. നമ്മുടെ കുട്ടികളൊക്കെ അങ്ങനെ ആവുന്നെന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു കാക്കട്ടെ. അള്ളാഹുവിൻ്റെ റഹ്മത്തുകൊണ്ട്. വലിഹാദ ജാ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. ഈ ഒരു കാരണം കൊണ്ടാണ് ഈസാ അലൈഹി സ്വലാമ അഷ്ബഹ ബി റുഹാനിയ മിൻഹു മിൻ ജിസ്മാനിയ. ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ റൂഹ് ജിസ്മിനേക്കാളും ശരീരത്തിനേക്കാളും മുൻകടന്നതായിരുന്നു. അല്ലെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ശരീരത്തിൻ്റെ മുകളിൽ ആധിപത്യം ഉണ്ടായിരുന്ന റൂഹിനായിരുന്നു. റൂഹിൻ്റെ വിശേഷണങ്ങളാണ് ഈസാ നബി അലൈഹി സ്വലാമിന് കൂടുതലുണ്ടായിരുന്നത്. ഇനി വൈൻ മിൻ അഹ്ലിൽ കിതാബി അഹദുൻ വൈൻ അഹ്ലിൽ കിതാബി ഇല്ലാലി യുഅ്മിനു നബിഹി ഖബല മൗതി എന്ന് പറഞ്ഞല്ലോ ഈ ആയത്തിൽ. അതായത് ഈസാ നബി അലൈഹി സ്വലാമിനെ വിശ്വസിക്കാത്തവരായി ആരും മരിക്കുന്നതിന് മുമ്പ് വിശ്വസിക്കാത്തവരായി ആരും അഹ്ലുൽ കിതാബിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ. അതിനർത്ഥം ലാ യമൂത്തു ഹത്താ യുഅ്മിനു ബി ഈസാ നബി അലൈഹി സ്വലാമിനെ വിശ്വസിക്കാതെ അവരാരും മരിക്കൂല എന്നാണ് അതിൻ്റെ ഒരു വ്യാഖ്യാനം. വഖദ് നജ്റാന കിസ്മാൻ. നജ്റാനിൽ വെച്ച് വിശ്വാസങ്ങളെ കാണാൻ വന്ന ആളുകളുണ്ടായിരുന്നു. അവർ 2 വിഭാഗമാണ്. ഫീഹിം യഹൂദു വ ഫീഹിം നസാറ. അവരിൽ ജൂതന്മാരും ഉണ്ടായിരുന്നു, ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നു. കാലലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അസ്ലിമു, നിങ്ങൾ മുസ്ലിം ആവണം. വൈലക്കും അസ്ലിമു, എന്താ കഷ്ടമാണ് എന്താ മുസ്ലിം ആവാത്തത്? അൻതും തഅലമൂന അന്നി അന നബിയ്യി, നിങ്ങൾക്കറിയില്ലേ ഞാൻ നബിയാണെന്ന്. അല്ലദീ ദുക്ര ഫി തൗറാത്ത് വൽ ഇഞ്ചീൽ, ഇഞ്ചീലിലും തൗറാത്തിലൊക്കെ പറയപ്പെട്ട നബി ഞാനാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഫഖാല യഹൂദ്. അപ്പോൾ ജൂതന്മാർ പറഞ്ഞു, മഅദല്ലാഹു അൻ തുഅ്മിന ബിക്, നിങ്ങളെ വിശ്വസിക്കുന്നതിന് തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. വ അൻത തഉദ്ദു ഈസ മിൻ അംബിയ, നിങ്ങൾ ഈസാ നബി അലൈഹി സ്വലാമിനെ നബിമാരെ കൂട്ടത്തിൽ കൂട്ടിയ ആളല്ലേ. വഹുവ മാ ഹുവ ഇല്ലാ വലദു ഹറാം, അദ്ദേഹം ഹറാമിൽ ജനിച്ച ഒരാൾ മാത്രമാണ്, അല്ലാതെ ഒരു അമ്പിയാക്കന്മാരിൽ കൂട്ടാൻ പറ്റിയ ആളൊന്നല്ല എന്ന് പറഞ്ഞു ജൂതന്മാർ. വക്കാലത്ത് ഫിർഖത്തുൽ നസാറ, അതേസമയം ക്രിസ്ത്യാനികൾപ്പെട്ട ആളുകൾ പറഞ്ഞു, മഅദല്ലാഹി അൻ നുഅ്മിന ബിക്, അള്ളാഹു നമ്മളെ കാക്കട്ടെ നിങ്ങൾ വിശ്വസിക്കുന്ന തൊട്ട്. വഅൻത തസുബ്ബു ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം, നിങ്ങൾ ഈസാ നബി അലൈഹി സ്വലാമിനെ അധിക്ഷേപിക്കുന്ന ആളല്ലേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വിശ്വാസങ്ങൾ ചോദിച്ചു, കൈഫ അസബ്ബുഹു, എങ്ങനെയാണ് ഞാൻ ഈസാ നബി അലൈഹി സ്വലാമിനെ അധിക്ഷേപിക്കുക? ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, തഖൂലു അബ്ദുൻ ലില്ലാ, നിങ്ങൾ ഈസാ നബീനെ അള്ളാഹിൻ്റെ അടിമയാണെന്നല്ലേ പറയുന്നത്. ഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വിശ്വാസങ്ങൾ അവരോട് പറഞ്ഞു, ലൻ യസ്തൻഖിഫൽ മസീഹു അൻ യകൂന അബ്ദുല്ലാഹ്, ഞാൻ
ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അബ്ദ് എന്ന് പറഞ്ഞതിന് ഈസാ നബി അലൈഹി ഇസ്ലാമിന് ഒരു വിസമ്മതവും ഉണ്ടാവില്ല, ഒരു പ്രശ്നവും ഉണ്ടാവില്ല, നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുമല്ലോ. കാലു, അപ്പം അവർ പറഞ്ഞു, ലൈസ അബ്ദൻ ലില്ലാ, അദ്ദേഹം ഈസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹിൻ്റെ അടിമയൊന്നല്ല. ഇന്നഹാ ഹുവ വലതുല്ല, അള്ളാഹിൻ്റെ മകനാണ്. ഔ ഹുവ അല്ലോ, അല്ലെങ്കിൽ അള്ള തന്നെയാണ്. അവിൽ ഇലാഹു സലാസ്, അല്ലെങ്കിൽ 3 ദൈവങ്ങളിൽ ഒരാളാണ്. കഫറൽ ഫരീഖൈൻ, അങ്ങനെ 2 വിഭാഗവും അങ്ങനെ പിന്നെ കുഫർ സംഭവിച്ചു അവർക്ക്. വൈദ ഫലിഹാദ, ഈ കാരണം കൊണ്ട് കുല്ലു അഹദി മിൻഹും ഇദാ അതാഹുൽ മൗത്ത്, ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരിൽ ഓരോരുത്തരും അവർക്ക് മരണം ആസന്നമാവുന്ന സമയത്ത് വായന മലക്കുൽ മൗത്ത് അവരിലേക്ക് വരും. യതീഹിൽ മലക്കുബി ഈസാ നബി അലൈഹി സ്വലാമിനെ കൊണ്ടുവരികയും ചെയ്യും കൂടെ. യഖൂലു ലഹു, എന്നിട്ട് പറയും, ഹത്താ തുഅ്മിന ബി ഈസാ നബി അലൈഹി സ്വലാം നിങ്ങളെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഫയുഅ്മിനു ബിക ഖബ്ല മൗതി, ഈസാ നബിനെ വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മരണം ഉണ്ടാവുള്ളൂ എന്ന് പറയും. അതായത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാമിനെ അവിശ്വസിച്ചു നടന്നപ്പോൾ അവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു ശിക്ഷ പോലെയാണ്. മരിക്കുന്ന സമയത്ത് വേദന ഉണ്ടാവുമല്ലോ, പ്രയാസം ഉണ്ടാവുമല്ലോ. ആ പ്രയാസത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണോ, ഈസാനെ വിശ്വസിക്കുക എന്ന് പറയും അവരോട്. ഈസാ നബി അലൈഹി സ്വലാമിനെ മരിക്കുന്ന സമയത്ത് വിശ്വസിക്കാൻ അവരോട് പറയപ്പെടും. അങ്ങനെ ഫതുഅ്മിനു ബി ഖബ്ല മൗതി, അങ്ങനെ അവർ മരിക്കുന്നതിന് മുമ്പ് ഈസാ നബി അലൈഹി സ്വലാമിനെ വിശ്വസിക്കും. അല്ലെങ്കിൽ ഇതൊരു വ്യാഖ്യാനമാണ്. ഔ അന്നല്ലാഹു യുഅഖിറു നസൂല ഈസ, അല്ലെങ്കിൽ അള്ളാഹു ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ വരവിനെ വൈകിപ്പിക്കും. അള്ളാഹു തബാറക വതആല ലമ്മ റഫഅ ഈസാ ഇല സമാ, ആകാശത്തേക്ക് ഈസാ നബി അലൈഹി സ്വലാമിനെ ഉയർത്തിയപ്പോൾ കാന യുംകിനു അൻ യുറദ്ദഹു ഹീനൻ, പെട്ടെന്ന് തന്നെ അള്ളാഹുവിന് വേണമെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാമിനെ ഇറക്കാമായിരുന്നു. അത്തായാലും മുഅന്നഹു ലൈസ ഹുവ മഖ്തൂലുൻ, കാരണം പിന്നെ അവർ കൊന്നത് ഈസാ നബി അലൈഹി സ്വലാമിനല്ലാന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിന് വേഗം തിരിച്ചിറക്കാമായിരുന്നു. പക്ഷെ അള്ളാഹു ചെയ്തില്ല. വലാകിൻ അഖറല്ലാഹു നസൂലഹു ഇലാ ആഖിരി സമാൻ, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല എന്താ ചെയ്തത്, ആഖിർ സമാനിലേക്ക് ഈസാ നബി അലൈഹി സ്വലാമിനെ ഇറക്കാൻ തീരുമാനിച്ചു. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയൻസിലു ഫീകും ഇബ്നു മറിയമ ഹഖമൻ അദ്ല, നിങ്ങളിലേക്ക് എന്തായാലും ഇബ്നു മറിയം ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങി വരും, നീതിമാനായ ഒരു ഭരണാധികാരിയായിട്ട്. യഖ്തുലുൽ ഹിൻസീർ, അദ്ദേഹം പന്നിനെ കൊലപ്പെടുത്തും. അതായത് ഒരു പന്നിനെ ആദരിക്കുന്ന ആളുകളാണല്ലോ, അപ്പോൾ പന്നിൻ്റെ പരിപാടി ഒരു നിർത്തും. വയക്സിറു സലീബ്, അതുപോലെ തന്നെ ഈ കുരിശിനെ ഒരു പൊട്ടിച്ച് കളയും. വയർഫഹുൽ ജിസിയ, അവരെ മുകളിൽ നിന്ന് ജിസിയ, അതായത് ഇസ്ലാമിക ഭരണത്തിൻ്റെ സമയത്താണെങ്കിൽ അവർ ഈ ടാക്സ് കൊടുക്കേണ്ടി വരുമല്ലോ ക്രിസ്ത്യാനികൾ, അത് അവർക്ക് ഉയർത്തപ്പെടും. അതായത് അവർ മുസ്ലിം ആവുന്നു അർത്ഥം. വയഅദിൽ യഖൂമുൽ അദാലത ഫിൽ അർദ്, എന്നിട്ട് ഭൂമിയിൽ ഈസാ നബി അലൈഹി സ്വലാം നീതി പുലർത്തും. ഹത്താ യഫീദൽ മാല ഹത്താ ലാ യഖ്ബലുഹു അഹദൻ, അങ്ങനെ ഒരുപാട് സമ്പത്ത് കുമിഞ്ഞുകൂടും, ആളുകൾക്കൊന്നും ആവശ്യമില്ലാത്ത രൂപത്തിലായിത്തീരും. അങ്ങനെ ആവുമ്പോൾ ഖബ്ല മൗത്തിഹി, ഇവിടെ ഖബ്ല മൗത്തിഹി എന്ന് പറഞ്ഞാൽ അവരുടെ മരണത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ദമീറു ഇലാ ഈസാ നബി അലൈഹി സ്വലാം മരിക്കുന്നതിന് മുമ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. ലൈസ മിൻ അഹ്ലിൽ കിതാബി അഹദുൻ ഇല്ലാസ വസയുമിനു ബി ഈസ, ആ കാലത്ത് ഈസാ നബി വരുന്ന സമയത്ത് അഹ്ലി കിതാബിൽപ്പെട്ട ആരും ഈസാ നബിയിൽ വിശ്വസിക്കാത്തവരായിട്ടുണ്ടാവില്ല. അപ്പം ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ അപ്പോഴുള്ളവർ മുസ്ലിമാവും. ഖബ്ല മൗത്തി ഈസ, അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാമിന് മരിക്കുന്നതിന് മുമ്പ് അവരങ്ങനെ ആവും. ഹീന യുനസ്സിലുല്ലാഹു ഫി ആഖിർ സമാൻ, ആഖിർ സമാനിൽ ഈസാ നബി അലൈഹി സ്വലാം വരുമ്പോൾ എങ്ങനെ വരിക, ഹത്തമൻ ലിൽ വിലായത്തിൽ മുഹമ്മദിയ വിലായത്തിൻ്റെ ഹത്തമായിക്കൊണ്ടാണ് മഹാനഗകൾ വരിക. നമ്മൾ പറഞ്ഞിരുന്ന കഴിഞ്ഞ ദിവസം ബുഗിയത്തുൽ മുസ്തഫീൻ്റെ ദർസിൽ മുഹമ്മദിയ വിലായത്തിൻ്റെ 3 ഹത്തമുകളുണ്ട്. ഒന്ന് ലാഹിറായ ഹത്തമ്, ഒന്ന് ബാത്തിനായ ഹത്തമ്. ബാത്തിനായ ഹത്തമിലുള്ള ആമായ ഹത്തമും ഹാസായ ഹത്തമും. ലാഹിറായ ഹത്തമ് ബഹുമാനപ്പെട്ട മഹദി അൽ മുൻതദിർ റളിയല്ലാഹു അൻഹു തങ്ങളാണ്. ബാത്തിനായ ഹത്തമിലെ ആമായ ഹത്തമ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാമും, ഹാസായ ഹത്തമ് ബഹുമാനപ്പെട്ട സയ്യിദിന ഷെയ്ഖ് അഹമ്മദ് തിജാനി റളിയല്ലാഹു തങ്ങളുമാണ്. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം വിലായത്തിൻ്റെ ഹത്തമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ബാത്തിനിയായ
ആമായ ഹത്തമിൻ്റെ ആമായ വിലായത്തിൻ്റെ ഹത്തമായിട്ടാണ് അവർ വരിക. തശ്രീഫിൻ ലിഹാദുൽ ഉമ്മ, ഈ ഉമ്മത്തിന് ബഹുമാനമായി കൊണ്ട്. കാരണം ഉമ്മത്തിൻ്റെ വിലായത്തിൻ്റെ ഹത്തം ചെയ്യുന്ന ഒരു നബിയാണ്. അങ്ങനെ ഫലാ വിലായത്ത ബാദ നുസൂൽ ഈസ, ആ വിലായത്തിൻ്റെ പ്രത്യേകത എന്താ, ആ ഹത്തമിൻ്റെ പ്രത്യേകത എന്താ? ഈസാ നബി അലൈഹി സ്വലാം വരുന്നതിന് ശേഷം പിന്നെ വിലായത്ത് ഉണ്ടാവില്ല, പിന്നെ ആർക്കും വലിയാവാൻ പറ്റൂല. എന്നാൽ ഹത്തമുൽ വിലായ എന്ന് പറഞ്ഞാൽ ഖാസായ വിലായത്തിന് ശേഷം ഔലിയാക്കന്മാരുണ്ടാവാം. ഈസാ നബിക്ക് ശേഷം ഒരു വലിയും ഉണ്ടാവില്ല. ഹുവൽ ഹത്തമുൽ അക്ബർ, അദ്ദേഹമാണ് ഏറ്റവും വലിയ ഹത്തമ്. വഹുവൽ ഖിയാമത്ത് യക്കൂന അലൈഹിം ഷഹീദ, ഖിയാമത്ത് നാളിൽ പിന്നെ അവർക്കെതിരെ ഈസാ നബി അലൈഹി സ്വലാം സാക്ഷി പറയുകയും ചെയ്യും. ബിമാ ഫഅലു, അവരുടെ പ്രവർത്തനത്തിനെതിരെ.